ജനസഭ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, CCTV, പ്രിന്റർ, TV പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കൂ. ഈവൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽസ്, മീനങ്ങാടി. വർഷങ്ങളുടെ രുചി പാരമ്പര്യവുമായി ഖാന ഖസാന ഫുഡ് കോർട്ട്, മീനങ്ങാടി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കടുവാപ്പേടിയിൽ വയനാട്. ഇന്ന് വയനാട് വിഷൻ നേതൃത്വത്തിൽ ഒരു ജനകീയ സംവാദ പരിപാടി സംഘടിപ്പിക്കപ്പെടുകയാണ് മീനങ്ങാടിയിൽ. മനുഷ്യന് വില കൽപ്പിക്കാത്ത, മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത നിയമമാണോ നമുക്ക് മുന്നിലുള്ളത് എന്നൊരു ചോദ്യമാണ് ഈ അടുത്ത കാലത്തായി വയനാട്ടിൽ ഉയർത്തപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായും മരണത്തിന് മുന്നിലേക്ക് ഇറങ്ങുന്നത് പോലെ വയനാടൻ ജനത പല ഭാഗങ്ങളിലും രാവോ പകലോ എന്നറിയാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തീർച്ചയായും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വയനാട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഭീതിദായകമായ ഈ അന്തരീക്ഷത്തിൽ നിന്നും വയനാടൻ ജനതയ്ക്ക് മോചനമില്ലേ? വന്യമൃഗങ്ങളുടെ ആക്രമണം, വന്യമൃഗങ്ങളുടെ ശല്യം, കർഷകർക്കും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും യാതൊരുവിധ വിലയുമില്ലാതെ പോകുന്നുവെന്ന് കർഷകർ പരിതപിക്കുമ്പോൾ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്ന കാഴ്ചയിലേക്ക് പോകുന്നു. ഇത് ഒരു തുടർക്കഥയാകുന്നതിൽ കാര്യമുണ്ടോ? ഇത് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും? എങ്ങനെ നിവൃത്തി വരുത്താൻ സാധിക്കും? ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വിനയൻ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരംഗം BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KP മധു. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ശ്രീ AV ജയൻ. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ തുടക്കം കുറിക്കുകയാണ്. തർക്ക വിതർക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യജീവന്റെ വില എത്ര? ആരാണ് പ്രതികരിക്കേണ്ടത്? ആരാണ് പ്രതിഷേധിക്കേണ്ടത്? ആരാണ് നിയമനിർമ്മാണം നടത്തേണ്ടത്? മനുഷ്യനാണോ മൃഗത്തിനാണോ വില? മരണം മുന്നിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വയനാട് ജനതയുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഇന്നത്തെ ഈ ചർച്ചയിലൂടെ. പങ്കെടുക്കുന്ന 3 പേർക്കും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം. ശ്രീ കെ വിനയൻ, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മീനങ്ങാടിയുടെ പല ഭാഗങ്ങളിലും കടുവ ആക്രമണം ഉണ്ടായി. പല സ്ഥലങ്ങളിലും കടുവകളുടെ ആക്രമണത്തിൽ നിരവധി മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. നിരവധി കർഷകരുടെ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. ചർച്ചകളുണ്ടായി, സമരങ്ങളുണ്ടായി. എങ്ങനെ കാണുന്നു ഈ ഒരു പ്രശ്നത്തെ? പ്രത്യേകിച്ച് മീനങ്ങാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അമ്പലവയലിന്റെ കുറെ ഭാഗങ്ങൾ, വയനാടിന്റെ മിക്ക ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രതിഷേധങ്ങൾ ഫലം കണ്ടോ? വനത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ മാത്രമല്ല, നഗര ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പോലും വന്യമൃഗശല്യം കൊണ്ട് ഭീഷണി നേരിടുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാടൻ കാടുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കടുവയും ആനയും അടക്കം വന്യജീവികൾ വിഹരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു വസ്തുത. കാരണം ഒരു കാലത്ത് നായാട്ടും അതോടൊപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയ പല ജീവികളുടെയും വംശനാശം സംഭവിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട പല നിയമങ്ങളും ഇന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുകയും എന്നാൽ എണ്ണം ക്രമാതീതമായി പെരുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇത്തരം ആളുകൾക്ക് അധിവസിക്കാൻ ആവശ്യമായ വനപ്രദേശം വയനാട്ടിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ, അത് ഇന്ത്യയിലാകെ പൊതുവായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനനുസരിച്ച് മുൻകാലത്ത് ഉണ്ടായിരുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് ഇത്തരം കടുവകളുടെയും ആനകളുടെയും മറ്റിതര വന്യജീവികളുടെയും എല്ലാം എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കുമ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കുന്നതിനു വേണ്ടി ഇന്ത്യക്ക് പുറത്ത് പല വിദേശ രാഷ്ട്രങ്ങളിലും ഏതെല്ലാം വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ ക്രമാതീതമായ എണ്ണം വർദ്ധിക്കുന്നുവോ അതിൻ്റെ സെൻസസിന് അധിഷ്ഠിതമായിക്കൊണ്ട് അത്തരം വന്യജീവികളെ നിയന്ത്രിക്കുന്നതിന്
അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നതിന് വിവിധങ്ങളായ നടപടിക്രമങ്ങൾ നമ്മുടെ ലോകത്ത് നിലവിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും എത്രയോ വർഷക്കാലം മുമ്പ് ഇത്തരം നിലവിൽ വന്ന നിയമങ്ങൾ നാം അതുപോലെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകതയാണ് ഇന്ന് വയനാട് ജില്ലയിലെയും അതോടൊപ്പം തന്നെ മറ്റു ചില പ്രദേശങ്ങളിലെയും കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത ജനത, വയനാടിൻ്റെ ആദ്യമ ജനത, ഇവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിൽ അവരുടെ സർവസ്വം ഈ മണ്ണിൽ പണിയെടുത്ത് ഉണ്ടാക്കിയ ഈ മണ്ണിൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ കഴിയുന്നതല്ല. ഒരു ഭാഗത്ത് വനവും വന്യജീവിയും സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് പോലെ തന്നെ വന്യമൃഗങ്ങൾ വനത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കർഷകൻ അവൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യാനും സ്വൈര്യവിഹാരം നടത്തുവാനും അവൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനും ഉള്ള സാഹചര്യം ഉറപ്പാക്കി കൊടുക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ് സമീപകാലത്ത് നമ്മുടെ ചുറ്റുപറ്റുമുണ്ടാകുന്ന പലവിധ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിന് അടിയന്തര പ്രാധാന്യമുള്ള ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായും ചർച്ചകൾ നമ്മൾ പുരോഗമിക്കുമ്പോൾ ശ്രീ A.V. ജയൻ, വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ വയനാട് ജനത കടന്നു പോകുന്നു. അകത്തുള്ള അസുഖത്തിന് തൊലിപ്പുറത്തുള്ള പരിശോധനയും അതിനുള്ള ട്രീറ്റ്മെന്റും മാത്രം നൽകി കടന്നു പോകുന്നത് പോലെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരം കാണുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതേപടി അത് ആവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കീർണമായ അവസ്ഥയാണ് ഇന്ന് വയനാട്ടിലുള്ളത്. ഒരു പ്രതിവിധി എന്ന് പറയാൻ താൽക്കാലികമല്ലാതെ സുസ്ഥിരമായ ഒരു പ്രതിവിധിക്ക് സാഹചര്യമുണ്ടോ? നിരവധി സമരങ്ങൾ നടക്കുന്നു, എല്ലാ ആളുകളും സംഘടിക്കുന്നു, സമരം നടത്തുന്നു. പക്ഷേ 2-3 ദിവസം മാത്രം നിലനിൽക്കുന്ന പ്രതിഷേധങ്ങളിൽ അത് ഒതുങ്ങിപ്പോകുന്നു. പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല, പ്രതിവിധികളില്ല. എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ പ്രിയ സുഹൃത്ത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ വിനയൻ പറഞ്ഞു വച്ചിരുന്നു തന്നെ തുടങ്ങാൻ തോന്നുന്നു. 1973 രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ട വനം വന്യജീവി നിയമം ഏതാണ്ട് 50 വർഷം കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അത് ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വനം വന്യജീവി നിയമങ്ങൾ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി രാജ്യത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന് കൊടുത്ത നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ആ അമെൻമെൻറ്റ് രാജ്യത്തെ മനുഷ്യർക്ക് അനുകൂലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുമെന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ആ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് മനുഷ്യർക്ക് അനുകൂലമായിട്ടല്ല, രാജ്യത്ത് വീണ്ടും വന്യജീവികൾക്ക് അനുകൂലമായിട്ടുള്ള ഈ നിയമം കുറേ കൂടി മനുഷ്യവിരുദ്ധമാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. വയനാട് ജില്ലയിലെ കൃഷിക്കാർ ഈ മണ്ണിനകത്ത് പൊന്നു വിളയിച്ച് വിനയൻ ഇവിടെ പറഞ്ഞതുപോലെ കുടിയേറ്റ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന ആളുകൾ, അവർ ഭൂമിയിലൂടെയുള്ള കാർഷിക ആക്രമണത്തിന് ഫെൻസിങ് പോലുള്ള സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഒരു പരിധി വരെ നേരിട്ട് നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആകാശമാർഗ്ഗെ കൃഷിക്കാരനെ ഉപദ്രവിക്കുന്ന ജീവിയാണ് കുരങ്ങ്. ആ കുരങ്ങിനെ ബഹുമാനപ്പെട്ട മധുവിൻ്റെ പാർട്ടിയുടെ നേതാവ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ ഷെഡ്യൂൾ 2 നിന്നും ഷെഡ്യൂൾ 1 പെടുത്തി കടുവയുടെയും മയിലിൻ്റെയും തത്തുല്യ പദവിയിലേക്ക് കുരങ്ങിനെ മാറ്റി എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഭേദഗതിയിലൂടെ ജനവിരുദ്ധമാക്കി കൊണ്ടുവന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിന് തൊലിപ്പുറത്ത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. വയനാട് എന്ന് പറയുന്നത് ഒരു ചെറിയ ജില്ലയാണ്. 23 ഗ്രാമപഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റിയും 4 ബ്ലോക്ക് പഞ്ചായത്തുകളും 8.5 ലക്ഷം ജനസംഖ്യ, 1.5 ലക്ഷം ആദിവാസി സഹോദരങ്ങൾ ഉള്ള ഒരു ചെറിയ ജില്ലയാണ്. ആ ചെറിയ ജില്ലയ്ക്ക് ചുറ്റും 5 കടുവാ സങ്കേതങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റുകൾ വിവിധ കാലങ്ങളിലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1973 ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ബന്ദിപ്പൂർ കടുവാ സങ്കേതം ഉൾപ്പെടെ, നാഗർഹോള ടൈഗർ പ്രൊജക്റ്റ് ഉൾപ്പെടെ, സത്യമംഗലം ടൈഗർ പ്രൊജക്റ്റ് ഉൾപ്പെടെ, മുതുമല ടൈഗർ പ്രൊജക്റ്റ് ഉൾപ്പെടെ ഈ വയനാടൻ ജനതയുടെ ചുറ്റും 1973 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ കാലം മുതൽ ഇങ്ങോട്ട് 2005 കാലഘട്ടം വരെ ഈ കടുവ കേന്ദ്ര സമിതിയൊക്കെ രൂപീകരിക്കുന്നത് 2005-ലാണ്. ഈ ചെറിയ ജില്ലയ്ക്ക് ചുറ്റും 5 കടുവാ സങ്കേതങ്ങൾ പ്രഖ്യാപിച്ചു. വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ 344.44 ചതുരശ്ര കിലോമീറ്റർ ഉള്ള സങ്കേതമാണ്. വയനാട്ടിനകത്ത് രേഖാപരമായി കടുവാ സങ്കേതങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല.
എന്നാൽ വയനാടിന് ചുറ്റും കർണാടകത്തിലും തമിഴ്നാട്ടിലുമായി കടുവാ സങ്കേതങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതും അവിടെ കടുവകളുടെ എണ്ണം പെരുകിയതും കടുവയ്ക്ക് ഇതിൻ്റെ അതിർത്തി ലക്ഷ്യമില്ലാത്തതും കടുവ കുറേ കൂടി യോജിച്ച ആവാസ വ്യവസ്ഥ ഉള്ളതുകൊണ്ട് വയനാട്ടിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ടെറിട്ടറിയൊക്കെ ഉണ്ട്, ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ടെറിട്ടറിയിലേക്ക് കടക്കുന്ന കടുവകൾ ഏറ്റുമുട്ടുകയും അതിനകത്ത് ആരോഗ്യം കുറഞ്ഞ കടുവകൾക്ക് പിന്നെ വേട്ടയാടി ഇരപിടിക്കുന്നതിന് കഴിയാതെ വരികയും അത് മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുകയും മനുഷ്യനെയും അവൻ്റെ ജീവിതോപാധിയായിട്ടുള്ള മൃഗങ്ങളെയും പിടിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പെരുകിയ കടുവയെ ഈ കേന്ദ്ര കടുവ സംരക്ഷണ സംവിധാനം NTC എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട്, അതാണ് ഇതിൻ്റെ പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത്. അവരുൾപ്പെടെ ഇവിടെ പെരുകിയ കടുവയെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. ശ്രീ KP മധു, താങ്കൾക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ സാധിക്കും. കാരണം താങ്കൾ അധിവസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2015 മുതൽ ഏകദേശം 8 വർഷക്കാലത്തിനുള്ളിൽ കടുവ ആക്രമണത്തിൽ പൊലിഞ്ഞുപോയത് 7ഓളം ജീവനുകളാണ്. എന്താണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീ AV ജയൻ സൂചിപ്പിച്ചതുപോലെ കുരങ്ങിനെ പോലും അതിൻ്റെ ഒന്നാം പാട്ടിലേക്ക് കടുവയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിപ്പുകേടായി ഇവിടെ ചിത്രീകരിക്കപ്പെടുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ കാണാൻ സാധിക്കുക? പ്രത്യേകിച്ച് ഈ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ട് താങ്കളും ഉണ്ടായിരുന്നു ഇവരോടൊപ്പം. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ വന്യജീവിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വയനാട് ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഏത് വന്യമൃഗവും പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് ഉത്തരവാദി ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം. അവരുടെ കുഴപ്പം കൊണ്ടാണ് ഈ കടുവയും ആനയും കുരങ്ങും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് എന്ന ഒരു ധ്വനിയോടുകൂടിയുള്ള ഒരു നിരീക്ഷണമാണ് നടത്തുന്നത്. എന്താണ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. എങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും? നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റും കടുവാ സങ്കേതങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതാണ് വയനാട്ടിൽ ഈ ദുസ്ഥിതിക്ക് കാരണമെന്ന് പറയുന്നതിനോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അവരവരുടേതായിട്ടുള്ള പ്രദേശങ്ങളിൽ കടുവാ സങ്കേതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ച ചെയ്തോ? കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒന്നിച്ചുന്നുണ്ട്. പല കാര്യങ്ങളും ഒരേ സ്വരത്തിൽ നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ടല്ലോ, അവിടെ പ്രമേയങ്ങൾ പാസ്സാക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗ്രാമസഭകളിൽ ഇതിനു വേണ്ടി പ്രമേയം പാസ്സാക്കിയിട്ടു. ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വയനാട് ജില്ലയിലെ ജനങ്ങൾക്കുണ്ട്, ആളുകൾക്കുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ഉന്നയിക്കപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും സംവിധാനം ചെയ്തു? ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംവിധാനം ചെയ്തിട്ടില്ല എന്നുള്ളത്. പാർലമെൻറ്റിൽ സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെ പറയണമെന്ന് ഇവിടെ ജനപ്രതിനിധികൾ അതിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട്, മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ജീവിക്കണം, ആ ജീവിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ കവർന്നെടുക്കുന്നുണ്ട് എങ്കിൽ വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തിക്കൊണ്ട് അത് മാറ്റം വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇത് ഏകാധിപത്യ രാജ്യമല്ല. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഇതിനെ ചോദ്യം ചെയ്യാനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും അതിന് അത്തരത്തിലുള്ള ആ ഒരു രൂക്ഷതയോടുകൂടി അവതരിപ്പിക്കാൻ എവിടെയെങ്കിലും അവതരിപ്പിച്ചോ? ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എവിടെയെങ്കിലും അവതരിപ്പിച്ചായിട്ട് എനിക്കറിയില്ല. വയനാടൻ കാടുകളിൽ DFOനോട് സംസാരിക്കുക അവർ പറയുന്നത് 84 കടുവകളുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ അവരങ്ങനെ പരിശോധിച്ച് കണ്ടെത്തിയിട്ടുള്ളത് 84 കടുവകൾ. അതിനകത്ത് 20ഓളം കടുവകൾ, അതിനടുത്ത് 20ഓളം കടുവകൾ 10 വയസ്സിന് മേൽ പ്രായമുള്ള കടുവകളാണ്. ഈ 20 കടുവകളും വയനാട്ടിലെ വിവിധ മേഖലകളിൽ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, ചർച്ച ചെയ്യപ്പെട്ട് ഇതിനൊക്കെ പരിഹാരമുണ്ടാവേണ്ട കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം. ദുഃഖകരമായ കാര്യമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ എന്നും ദിവസവും കാണുന്ന പയ്യനാണ് അവിടെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത്. നേരത്തെ പറഞ്ഞ് 7ഓളം ആളുകൾ, ഈ പ്രജീഷ് അടക്കം 7ഓളം ആളുകൾ ജില്ലയിൽ അതിദാരുണമായിട്ട് ഈ കടുവയുടെ ആക്രമണത്തിൽ മാത്രം നമ്മുടെ ജില്ലയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പെടാതിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അത് ആ ഒരു സ്ഥിതിവിശേഷവും കാര്യങ്ങളാണ് നമ്മുടെ
വയനാട് ജില്ലയെ സംബന്ധിക്കുന്നതായിട്ടുണ്ട്. നിയമങ്ങളെക്കുറിച്ച് ആ നിയമങ്ങളിൽ വല്ല തരത്തിലുള്ള ഭേദഗതി വേണമെങ്കിൽ ഇവിടുന്നേ ഉയരട്ടെ. നമ്മുടെ ഗ്രാമസഭകൾ ചർച്ച ചെയ്യപ്പെടട്ടെ, പഞ്ചായത്തുകളിൽ ചർച്ച ചെയ്യപ്പെടട്ടെ, പാർലമെൻറ്റിലേക്ക് അത് നിയമസഭയിൽ പറയട്ടെ, പാർലമെൻറ്റിലേക്ക് പോകട്ടെ. അങ്ങനെ ചർച്ചകളും ഇവിടെ ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ മാത്രമാണ് ഇവിടെ എന്ത് നടന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. ഇതേതെങ്കിലും നിയമങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റില്ല എന്ന് ആർക്കും വാശിയൊന്നും ആരും എവിടെയും പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള എന്ത് ഇടപെടലാണ് നടത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ശ്രീ കെ വിനയൻ, ഇവിടെ എല്ലാവരും പരസ്പരം പഴിചാരി പോകുന്നു എന്നല്ലാതെ ഇതിനൊരു പ്രതിവിധിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ എത്രത്തോളം നടന്നു. നമ്മളെല്ലാവരും ഓരോ ദിവസവും ഉണരുന്നത് നമ്മുടെ മരണത്തിന് മുന്നിലേക്കാണ്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും തർക്ക വിതർക്കങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇന്ന് വരെ നിയമസഭയിൽ UDF LDF ഇതിനു വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കുകയോ അതിനുവേണ്ടി ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ചർച്ച തുടങ്ങിവെച്ചത് രാഷ്ട്രീയപരമായാണ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ തുടങ്ങണ്ടായിരുന്നു. നിലവിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിലേക്ക്, അതിൻ്റെ സങ്കീർണതകളിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ആംഗിളിൽ എൻ്റെ വേർഷൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇവിടെ മധുവേട്ടൻ പറഞ്ഞ ഗ്രാമസഭ വിളിച്ചു ചേർത്തില്ലെന്നും ചർച്ച ചെയ്തില്ലെന്നും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്നൊന്നും പറയുന്നത് ശരിയല്ല. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഗ്രാമസഭ വിളിച്ചു ചേർത്തതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്തുകളും, കാരണം ഒരു ഘട്ടത്തിൽ കടുവ ഒരു ദിവസം മീനങ്ങാടിയിൽ കണ്ടാൽ പിറ്റേ ദിവസം നൂൽപ്പുഴയിൽ, അടുത്ത ദിവസം നെന്മേനിയിൽ, അടുത്ത ദിവസം പൂതാടിയിൽ, അടുത്ത ദിവസം പുൽപ്പള്ളിയിൽ കടുവ ഇങ്ങനെ ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു. എല്ലാ പ്രദേശത്തെയും ആളുകൾ പശുവിനെ കറക്കാൻ പ്രയാസപ്പെടുന്ന, തൊഴിലുറപ്പിന്റെ തൊഴിലെടുക്കാൻ പ്രയാസപ്പെടുന്ന, നേരം രാത്രിയായാൽ പുറത്തിറങ്ങാൻ പ്രയാസപ്പെടുന്ന പലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ഗ്രാമസഭകൾ പ്രമേയം പാസാക്കി. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രമേയം രാഷ്ട്രപതി മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ ഗവർണർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകൾക്കും ആ റെസല്യൂഷന്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യം പുനഃപരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് ഇത്തരം ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ്. ഇത് അത്ര നിസ്സാരമായ കാര്യമാണ്, അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ നിവർത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് ചോദിച്ചാൽ ഒരു ഭരണഘടനാ ഭേദഗതിയോടുകൂടി തന്നെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. അതേ ഗൗരവത്തോടുകൂടി തന്നെ ഇതിനെ അഭിമുഖീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ഞാൻ ഒരു കാര്യം, ഇപ്പൊ ഈ നിലവിൽ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കടുവകളുടെ എണ്ണമാണെങ്കിലും കുരങ്ങിന്റെ കാര്യമാണെങ്കിലും പന്നിയുടെ കാര്യമാണെങ്കിലും ഇത്തരം ഏത് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്നത്, ഇപ്പൊ നമ്മൾ സാധാരണ പഴി പറയാറുള്ളത് ഫോറസ്റ്റ് ജീവനക്കാരെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോവർ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ്. പക്ഷെ അവരുടെ മുന്നിലേക്ക് ഒരു നിയമം ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ ഇത് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട ശേഷം അതിന് ഘടകവിരുദ്ധമായി അവർ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അവർ നിസ്സഹായാവസ്ഥയിലാവുകയാണ്. അവിടെയാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, ഇത് വനം വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം കടുവ നമ്മുടെ അടുത്ത് ഇറങ്ങി, നമ്മുടെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ടു. അവിടെ ആക്ട് ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം, ഒരു സ്പോണ്ടേനിയസ് ആയി ഒരു തീരുമാനമെടുക്കാൻ, അടിയന്തരമായി ആക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ജില്ലയിലെ ഫോറസ്റ്റ് അധികാരികൾക്ക് ഇല്ലാത്ത രീതിയിലാണ് അതിന്റെ SOP അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിലനിൽക്കുന്നത്. അവ ഒരു മനുഷ്യനെ ഒരു കടുവ കടിച്ച് 3/4 ഭാഗം ഭക്ഷിച്ചാലും ആ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് പകരം അതിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പാലിച്ച ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആ നിയമം ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അത് പൊളിച്ചെഴുതുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. അത് തന്നെയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. തീർച്ചയായും മനുഷ്യന് നൽകുന്ന വില, മനുഷ്യന് നൽകേണ്ട വില നൽകാതെ മൃഗങ്ങൾക്ക് നൽകുന്ന വില മനുഷ്യന് നൽകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പരാതിപ്പെടുന്നത്. അവിടെ നിയമസഭ
നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇപ്പൊ വനംവകുപ്പ് മന്ത്രി ആവട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളാവട്ടെ എന്ത് നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ വനഭാഗങ്ങൾ എത്രയുണ്ട് എന്നറിയാം. ഇപ്പൊ ഏകദേശം 30% പറയുന്നു. എന്നിരുന്നാൽ പോലും ജനവാസം ഏറ്റവും കൂടിയ മേഖലകളാണ് പലയിടങ്ങളും. ഇപ്പൊ വയനാട്ടിലേക്കൊക്കെ ആളുകൾ കടന്നു കയറിയ കാലത്ത് അന്നൊന്നും ഇവിടെ ഇത്തരം ബുദ്ധിമുട്ടുകളില്ല, അവിടെ ജനങ്ങൾ വസിച്ചു പോകുന്നു. ഈ ഒരു അടുത്ത കാലത്താണ് ഈ കടുവ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഈ കടുവകളെല്ലാം വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉണ്ടായിരുന്ന കടുവകളല്ല എന്നെല്ലാവർക്കും അറിയാം. പലയിടങ്ങളിൽ നിന്നും ഇവിടെ തുറന്നുവിട്ട കടുവകളുമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ഒരു ധാരണയുണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഇവയെ കൊണ്ടെത്തിക്കുന്നതിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ? അവതാരകൻ എന്നുള്ള നിലയിൽ താങ്കൾ രണ്ടാം ഘട്ട സംസാരത്തിൽ താങ്കൾ പറഞ്ഞു പരസ്പരം പഴിചാരി പോവുകയാണ് എന്നുള്ള ഒരു പ്രയോഗം താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഞാൻ പറഞ്ഞത് പരസ്പരം പഴിചാരലല്ല, ഫാക്റ്റാണ് പറയുന്നത്. ഫാക്റ്റ് പറയുമ്പോൾ പരസ്പരം പഴിചാരലല്ല. ഇപ്പം ഞങ്ങൾ 3 ആളുകൾ 3 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. അവർ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് ഫാക്ട് ബേസ് ആണോ അല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അത് പരസ്പരം പഴിചാരലായി ഒരു ചർച്ചയെ കേവലവൽക്കരിക്കപ്പെടുന്ന ഒരു സമീപനം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും കൂടി ഞാൻ എളിയപൂർവ്വം അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, അപ്പൊ താങ്കൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പോരായ്കയും ഇത് പരിഹരിക്കുന്നതിന് ഏറ്റവും ആത്യന്തികമായി ഇടപെടാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ അതല്ല എന്ന് വസ്തുതാപരമായി പറയണല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞതിനെ ശരിവെക്കുന്നുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് ഒന്നും നടത്തിയിട്ടില്ല. താങ്കൾ പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. താങ്കൾ അത് ശരിവെക്കുന്നുണ്ടോ? അതിന് ഞാൻ മറുപടി പറയാൻ അത് തർക്ക വിതർക്കം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അതാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് ഇത് കേന്ദ്ര വനം പരിസ്ഥിതി നിയമമാണ്. ഇന്ത്യ രാജ്യത്തിന് ഒരു ഭരണഘടനയുള്ളൂ. ഓരോ സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഭരണഘടനയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് പന്നി. ആ പന്നിയെ കൊല്ലുന്നതിനുള്ള അനുമതി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ കേരള നിയമസഭ യുനാനിമസായി, അതിനകത്ത് LDF UDF വ്യത്യാസമില്ലാതെ യുനാനിമസായി കേരള ഗവൺമെൻറ് തീരുമാനമെടുത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തിട്ട് അവരത് നിഷ്കരുണം നിരസിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. ഈ പന്നി നമ്മുടെ പാരിസ്ഥിതിക സംവിധാനത്തിനകത്ത് എന്ത് പങ്ക് നിർവഹിക്കുന്ന ഒരു ജീവിയാണ്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ഈ അമെൻമെൻറ്റിനകത്ത് 5ാം ഷെഡ്യൂളിലുണ്ടായിരുന്ന പന്നിയെ 2ാം ഷെഡ്യൂളിലേക്ക് അവർ പ്രമോഷൻ കൊടുത്തു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന രീതി. അത് പറയുമ്പോൾ എങ്ങനെയാണ് പരസ്പരം സംഗതിയാവുന്നത്? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തെറ്റാണ്. ഗവൺമെന്റ് 2 തവണ കേന്ദ്രത്തിനോട് പന്നിയെ കൊല്ലാൻ അനുമതി ചോദിച്ചിട്ട് കേന്ദ്രം കൊടുത്തിട്ടില്ല. രണ്ടാമത് വയനാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFന്റെ കൺവീനർ സഖാബ് CK ശശീന്ദ്രന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെയും നേതൃത്വത്തിൽ 600 കോടി രൂപയുടെ വയനാട് ഈ നാടും കാടും വേർതിരിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുമായി കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസിന്റെ സഹായത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര സിംഗിന് ഇത് ഭൂപേന്ദ്ര യാദവിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവരത് അംഗീകരിച്ചു. അവരെന്നിട്ട് കേരളത്തിനോട് പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രൊജക്റ്റ് നല്ല പ്രൊജക്റ്റാണ്, അതിന് ഞങ്ങൾ അംഗീകാരം തന്നിരിക്കുന്നു, 600 കോടി രൂപ അത് നിങ്ങൾ കണ്ടെത്തണം എന്നാണ് ഇവിടെ നിന്ന് നികുതി പിരിച്ചു കൊണ്ടുപോകുന്നതിൽ വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത്. മറ്റെല്ലാ മേഖലയോടും എടുക്കുന്ന സമീപനം പോലെ തന്നെ ഈ ഇവിടുത്തെ LDFന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത ഒരു പ്രൊജക്റ്റിനോട് എടുത്തിട്ടുള്ള സമീപനം അതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വയനാട് ജില്ലയിലെ പ്രത്യേക സംഗതി വെച്ചിട്ട് വയനാട്ടിലെ 3 MLAമാരെയും വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരെയും തിരുവനന്തപുരത്ത് നിയമസഭാ കോംപ്ലക്സിനകത്ത് യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് അംഗീകരിച്ചു. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 24 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് വയനാട്ടിന് അനുവദിച്ചു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേഗൂർ റേഞ്ചിലാണ് അതിൻ്റെ ഫസ്റ്റ് വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ക്രാഷ് ഗാർഡ് ഉൾപ്പെടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ULCC ആണ് അതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ളത്. പരിമിതമെങ്കിലും ആവശ്യത്തിന് പ്രവർത്തനം നടത്തുന്നു എന്ന അഭിപ്രായമില്ല. വയനാട്ടിലെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ അധികം സംഗതി വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ സാധ്യതകൾ വെച്ച് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ KP മധു, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു തർക്ക വിതർക്കം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ പറഞ്ഞതിന് ഇദ്ദേഹം അപ്പോഴും ഖണ്ഡിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തർക്ക വിതർക്കം തന്നെയാണ്, അതിലൊരു തർക്കവും ഇല്ല. ഇപ്പോൾ താങ്കൾ ഈ നിയമസഭയുടെ ഇത്തരം സമീപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വയനാട് ജില്ലയുടെ പ്രതിനിധികളടക്കം പാസാക്കിയ പ്രമേയം ഉണ്ടായിരുന്നു. ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുന്നത് കുരങ്ങ്, പന്നി പോലെയുള്ള മൃഗങ്ങളെയൊക്കെ വീണ്ടും അത്ര സുരക്ഷിതരായ മേഖലകളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി, വനം വകുപ്പിന് വേണ്ടത്ര അവകാശങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. എങ്ങനെയാണ് ഇതിനെ കൂടി കാണുന്നത്?
ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പദ്ധതികൾ കൊടുത്തു, അപേക്ഷ കൊടുത്തു എന്നൊക്കെ പറയുന്നു. നമുക്കറിയാം ഏത് തരത്തിലുള്ള പ്രതിരോധത്തിനാണ് കൊടുത്തത്. ആനയെ പ്രതിരോധിക്കുന്നതിനാണ്, കടുവയെ പ്രതിരോധിക്കുന്നതിനാണ്. നമ്മുടെ കാട്ടിൽ ഏതെങ്കിലും ഒരു വന്യജീവിയെ പ്രതിരോധിക്കുന്നതിന് ആനയെ മാത്രമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ല, കടുവയെ മാത്രമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല. ഏത് പദ്ധതിയാണ് എന്ത് രൂപത്തിലാണ് പ്രതിരോധിക്കുന്നത്? മതിൽ കെട്ടിക്കൊണ്ട് 10 മീറ്ററോ 17 മീറ്ററോ നീളത്തിലുള്ള മതിൽ കെട്ടി, ഉയരത്തിലുള്ള മതിൽ കെട്ടിയാണോ പ്രതിരോധിക്കുന്നത് ആനേനെയും കടുവേനെയും കൂടി? അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ് കം ടൈഗർ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെവിടെയും പറയാതെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പദ്ധതി രേഖ കൊടുത്തിട്ടുണ്ട്, 600 കോടി രൂപയുടെ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഏത് രൂപത്തിലാണ് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യം പറയുന്നില്ല, കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വയനാടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മാത്രം ചർച്ചയുണ്ട്, സംവാദമുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഗൗരവമായി ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്? ജനപ്രതിനിധികൾ, MLA അടക്കമുള്ളത്, MP അടക്കമുള്ള ആളുകൾ നടക്കുന്നത്. ഈ വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പോലും നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ഈ ആനയെയും കടുവയെയും അതുപോലെ മറ്റു വന്യമൃഗങ്ങളെയും വനത്തിനുള്ളിൽ തന്നെ വനവും കാടും നാടും തമ്മിൽ വേർതിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. അന്നേ മുതൽ പറയുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതിവിധിയായിക്കൊണ്ട് നിയമങ്ങളിൽ അമെൻമെന്റ് വേണം. ഇത് കേരളത്തിൽ വയനാട് ജില്ലയെ പോലെയുള്ള ജില്ലയിൽ മാത്രമാണ് ഇത്ര രൂക്ഷമായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ അവരുടെ ഏരിയകളൊക്കെ ഒരുപാട് വിസ്തൃതമായിട്ടുള്ള സംസ്ഥാനങ്ങളും വിസ്തൃതമായിട്ടുള്ള ജനവാസ കേന്ദ്രമൊക്കെ വളരെ അകലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. കൃഷിയിടങ്ങളൊക്കെ വേറെ പറയാണ്. അപ്പോൾ ആ സാഹചര്യമല്ല വയനാട് ജില്ലയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളെ കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിനെ ബോധിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇതൊക്കെ ഏകോപനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് ഒരു വ്യക്തിയെ അവിടെ കൊണ്ട് ഇത് മാറി വന്നിട്ടുള്ള, രാഷ്ട്രീയം മാറി വന്നിട്ടുള്ള ആളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ നികുതി കാശ് മുടക്കിക്കൊണ്ട്. എന്തിടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്? ഏറ്റവും വളരെ നല്ല രൂപത്തിലുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ ധനമന്ത്രിയോടും അവിടെ കേന്ദ്ര സർക്കാരിനോടും വളരെ കൃത്യമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് അവിടെ പ്രത്യേക ക്യാബിനറ്റ് പദവിയോടുകൂടി അവിടെ നിയമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇടപെടലോടുകൂടി എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഇതുപോലെ കുറെ കാര്യങ്ങൾ പറയുന്നു, ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു എന്നല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇത് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് എന്തിടപെടലാണ് നടക്കുന്നത്? ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും ആളുകളെല്ലാം കൂടി വിളിച്ചിരുത്തിക്കൊണ്ട് ഇന്നൊരു കാര്യമുണ്ട്, നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പോയോ? പിന്നെ ആ കാര്യങ്ങൾ ചെയ്തോ? രാഷ്ട്രീയമായിട്ട് ഈ വേദികൾ കിട്ടുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഇതൊന്നും ആത്മാർത്ഥതയോടു കൂടിയുള്ള ഒരു ഇടപെടലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. താങ്ക് യു. ഇനിയിപ്പോ നിങ്ങൾ 3 പേര് മാത്രം സംസാരിക്കേണ്ട ഒരു കാര്യമല്ല, ഇവർ കൂടി ഇടപെടേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്രസംഗമാക്കരുത്, ചെറിയ നിങ്ങളുടെ പോയിന്റ് മാത്രമേ ചോദിക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്ന 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് കടുവയോ ആനയോ അല്ലെങ്കിൽ ഏത് മൃഗം വന്നാലും ആ മൃഗം പിടിച്ചു തിന്നുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കൊടിയുടെ നിറം നോക്കിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് ജാതിയിലുള്ള ആളാണ് എന്ന് നോക്കിയോ അല്ല കടുവ പിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ജനത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം നല്ല ശമ്പളമായി വാങ്ങിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് എനിക്കിവിടെ തുറന്നു കാണിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിൽക്കുന്ന 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വയനാട്ടിലെ വന്യമൃഗ വേട്ടയ്ക്കെതിരായിട്ട് ഏത് സർക്കാരിനെയാണ് സമീപിക്കേണ്ടതെങ്കിൽ ആ സർക്കാരിനെ സമീപിക്കുന്നതിന് ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ വേദിയിൽ നിന്ന് പിരിയാൻ കഴിയുകയാണെങ്കിൽ ഇന്നത്തെ ഈ നമ്മുടെ സമ്മേളനം അല്ലെങ്കിൽ ഇന്നത്തെ ഈ സംവാദം ഒരു ഫലത്തിലേക്ക് എത്തുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വളരെ നിഷ്പക്ഷമായ ഒരു അഭിപ്രായമാണ്. ഇനി ആർക്കെങ്കിലും? ഒരു നരഭോജി കടുവ ഇവിടെ ഒരു ആളുടെ ജീവൻ എടുത്തിരിക്കുക. കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന മന്ത്രിമാരോ ഈ സ്ഥലം സന്ദർശിച്ച് ഇവിടുത്തെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്താണെന്ന്
പഠിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകുമോ ബന്ധപ്പെട്ട BJPയുടെ പ്രതിനിധിയോടും CPMന്റെ പ്രതിനിധിയോടുമാണ് ചോദ്യം. ഓക്കെ, ഒന്ന് കുറിച്ച് വെച്ചോളൂ, നമുക്ക് പെട്ടെന്ന് പോവാം. ഞാനൊരു ഒരു പ്രസംഗത്തിനല്ല, ഒരു ക്രിയാത്മകമായി എൻ്റെ മനസ്സിൽ ഒരു വിഷയം അവതരിപ്പിക്കുക. വന്യമൃഗങ്ങൾ കൂടുതലുള്ള പ്രദേശത്ത്, ഈ മരിച്ച ആളുടെ തൊട്ടടുത്ത പ്രദേശത്താണ് ഞാൻ വരുന്നത്. ഞങ്ങളവിടെ കൽമതിലുണ്ട് കാട്ടാന ഇറങ്ങാതിരിക്കാൻ വേണ്ടി. ആ കൽമതിൽ ചാടി പല പ്രാവശ്യം കാട്ടാന നാട്ടിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശാശ്വത പരിഹാരം എന്നതിലേക്ക് നല്ല ഉറപ്പ്, ചെറിയ രൂപത്തിൽ നല്ല ഉറപ്പോട് കൂടി കൽമതിൽ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചും കൂടി ഉയരത്തിലുണ്ടാക്കാം. അതിൻ്റെ മുകളിൽ ഈ പില്ലർ വാർത്തുകൊണ്ട് നെറ്റുണ്ടല്ലോ, ഈ മറ്റേ വലയല്ല, മറ്റേ ഈ കമ്പ്യൂട്ടർ നെറ്റ്, ആ നെറ്റ് 2 കിലോമീറ്റർ ഉയരത്തിൽ പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു ആനയും ചാടുകയില്ല, ഒരു കടുവയും ചാടുകയില്ല. പിന്നെ ഈ ആകാശത്തൂടെ ചെയ്യാൻ പറഞ്ഞ് നടക്കുന്ന കുരങ്ങും മയിലും അങ്ങനെയുള്ള സാധനം വരുമെന്നല്ലാതെ മറ്റ് മൃഗങ്ങളെ കാട്ടിൽ പാർപ്പിക്കാൻ പറ്റും. അതിന് ഒരു ഫണ്ടില്ല എന്ന് പറയും. ഫണ്ടും കൊണ്ട് ഇഷ്ടം പോലെ കാട്ടിൽ കോടിക്കണക്കിന് ഉറുപ്പ്യേൻ്റെ മരം ചത്തുകിടപ്പുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യേൻ്റെ മരം വീഴാറായി നിൽക്കുന്നുണ്ട്. ആ മരങ്ങൾ മുറിച്ചെടുത്ത് അത് വിറ്റ് പണം ഉണ്ടാക്കി ഈ സുഖമായിട്ട് കാടും നാടും വേർതിരിക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് മനുഷ്യനെ തമ്മിൽ കുഴപ്പമുണ്ടാക്കാതെ എല്ലാവരും കൂടി ആ കാര്യത്തിൽ യോജിച്ചുകൊണ്ട് പോരാട്ടം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് പരിഹരിക്കണമെങ്കിൽ ഒന്ന് കേന്ദ്ര നിയമം പൊളിച്ചെഴുതണം എന്നുള്ളതിൽ തർക്കമല്ല. അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിക്കാനും ഇടപെടൽ നടത്താനും പ്രക്ഷോഭം നടത്താനും തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്ത് ബ്ലോക്കും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഗ്രാമസഭകളും പിന്നെ ജനകീയ സമിതികളും വിളിച്ചുകൂട്ടി എല്ലാ തലങ്ങളിലും ഇത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. സ്വാഭാവികമായും ഞങ്ങളിത് ചെയ്തപ്പോഴും ചെയ്തിട്ടില്ല എന്ന് പറയുകയും എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രൂപത്തിൽ വയനാടിൻ്റെ ഈ പ്രശ്നം ഏതർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് BJP പറയണം. ഇവിടെ നേതൃത്വത്തിലുള്ള മധുവേട്ടൻ അതിനുള്ളൊരു വ്യക്തമായ മറുപടി പറയണം. ഒന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങൾ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊളിച്ചെഴുതണം, ജനങ്ങൾക്ക് അനുകൂലമായ നിയമം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ജനവിരുദ്ധമായ നിയമം ഉണ്ടാക്കി കുരങ്ങ്, പന്നി, എലി അടക്കമുള്ളവനെ പട്ടികയിൽ നിന്ന് മാറ്റം വരുത്തുമ്പോൾ ആ സമീപനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു BJPയുടെ പ്രതിനിധി എന്നതുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ശ്രീ KP മധു, അദ്ദേഹത്തിനോട് ആ ചോദ്യങ്ങൾ. ഇവിടെ 1972 നിയമപ്രകാരം ആക്രമണകാരിയായ മൃഗത്തെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സംസ്ഥാനം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനുണ്ട്. എന്നാലും പലപ്പോഴും ഇത് ചെയ്യാറില്ല. മനുഷ്യജീവനേക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ പരിപാടിയോട് യോജിക്കാൻ കഴിയുന്നതല്ല. ഓക്കെ, ശ്രീ KP മധു, അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാം. അവിടെ ശ്രീ ഹസൈനാർ, അദ്ദേഹം ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും തന്നെയാണ് നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും. ഇപ്പോൾ പന്നിയെയും കുരങ്ങിനെയും 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിട്ട് പറയുന്നത്. കുരങ്ങും പന്നിയൊക്കെ നമുക്കറിയാം. മറ്റ് മൃഗങ്ങളുടെ അല്ലെങ്കിൽ കടുവയടക്കമുള്ള കടുവ, പുലി, മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളുടെ അവർക്ക് വേട്ടയാടി പിടിക്കാനുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ചെറുമൃഗങ്ങളായിട്ടുള്ള മൃഗങ്ങൾ. ആ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വയനാട് പോലെയുള്ള കാടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മറ്റ് കാടുകളിലൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പോൾ അതും സംരക്ഷിക പട്ടികയിൽ പെടുത്തേണ്ടതൊന്നാണ് എന്നുള്ളത് ഇവിടുത്തെ പല റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിൻ്റെ ഒരു കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഷിഫ്റ്റ് ചെയ്യാനും മാറ്റിപ്പാർപ്പിക്കുന്നതിനുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് ഇന്നുപോലെ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രദേശത്ത് ഇതുപോലുള്ള വലിയ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റപ്പെടേണ്ടതാണ്, പട്ടികയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നതുപോലെ വേണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എൻ്റെ പ്രദേശത്ത്, എൻ്റെ മണ്ഡലത്തിൽ, എൻ്റെ പഞ്ചായത്തിൽ ഇന്നുപോലെയുണ്ട്.
ഇത് ഇന്ന രീതിയിൽ ഇതിനെ മാറ്റി ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് പറയുന്ന ആ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോയെങ്കിൽ ഇത് മാറ്റപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, ജനാധിപത്യ രാജ്യമാണ്, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ കാര്യങ്ങളുണ്ടാവും. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ നേരത്തെ പറഞ്ഞു കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രദേശം സന്ദർശിക്കുമോ, MP വന്നോ? ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളോടുമായിട്ട് സംബന്ധിച്ച് ഇതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കഴിഞ്ഞ 4.5 കൊല്ലങ്ങളായിട്ട് ഈ വിഷയം ഇവിടെ ഉണ്ട്. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വയനാട്ടിലെ കളക്ടർ അടക്കമുള്ള ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെയുള്ള പിന്നെ ഇതര രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, ഇവരുടെ എല്ലാം ഒന്നിച്ചിരുന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തൊരു ചർച്ച ചെയ്തുകൊണ്ട് എൻ്റെ മണ്ഡലത്തിൽ ഇതുപോലെ ദുസ്ഥിതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം അവതരിപ്പിക്കാൻ, അത് അവതരിപ്പിക്കേണ്ട ആരാ? എംപിക്കാണ് അതിന് കൂടുതലായിട്ട് ഉത്തരവാദിത്തമുള്ളത്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ കൃത്യമായി പറയേണ്ടത്. എന്തുകൊണ്ട് പറയാൻ വേണ്ടി വരുന്നില്ല? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നൂൽപ്പുഴയിലും അതുപോലെ തന്നെ കല്ലൂരും എല്ലാം വലിയ വിഷയം ഉണ്ടാകുമ്പോൾ MP വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ട് MI ഷാനവാസിനെ അവിടെ കൊണ്ടുവന്നു. MI ഷാനവാസിനെ കൊണ്ടുവന്ന് പല കാര്യങ്ങൾ അവിടെ നിന്ന നിപ്പിൽ ചെയ്യിക്കുന്നതിന് വേണ്ടി ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഇവിടെ നമുക്ക് സാധിക്കുമോ? എനിക്കറിയില്ല സാധിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകളൊക്കെ കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അവരവരുടെ പ്രദേശത്ത് വരുന്ന ആളുകളുടെ വിഷയങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ആവശ്യമായ കാര്യങ്ങളും ഇടപെടൽ നടത്തേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ശ്രീ AV ജയൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, വളരെ ഒരുമിച്ച് ഇതിനെ നേരിടാൻ സാധിക്കില്ല എന്നൊരു ചോദ്യം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു ചോദ്യം. അതാവട്ടെ, താങ്കളോട് വേറെ സ്പെഷ്യലായിട്ട് വന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒരുമിച്ച് നേരിടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ചോദ്യത്തിന് ഉള്ള കൃത്യമായ മറുപടിയാണ് ഈ 38 വയസ്സുള്ള പ്രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ദാരുണമായ അന്ത്യം ഉണ്ടായ അന്ന് മുതൽ കോൺഗ്രസും BJPയും CPIഎമ്മും അല്ല കർഷക പ്രസ്ഥാനങ്ങളും ആ 4 മണി മുതൽ സംയുക്തമായി ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെയും ഗവൺമെൻറ്റിലുള്ള ഇടപെടലിൻ്റെയും, ഗവൺമെൻറ്റിൽ നിയോജക മണ്ഡലം MLA എന്നുള്ള നിലക്ക് ശ്രീ IC ബാലകൃഷ്ണൻ്റെയും CPIഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് സഖാവ് CK ശശീന്ദ്രൻ്റെയും കൂട്ടായ ഇടപെടൽ. സ്വാഭാവികമായിട്ടും ഭരണകക്ഷിക്ക് അത്തരത്തിലൊരു ഇടപെടലുണ്ട്. CPM ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. അപ്പോൾ ആ ഓർഡറൊക്കെ ഇടുന്നതിന് ചില താമസം വന്നപ്പോൾ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുമായും വകുപ്പ് മന്ത്രിയുമായും ഒക്കെ ഇടപെടുന്നതിന് MLAയോടൊപ്പം തന്നെ ഭരണകക്ഷിയും ഇടപെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അസൈനാർ ബഹുമാനപ്പെട്ട ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചതുപോലെ അത്തരം ഒരു ഇടപെടൽ കേന്ദ്ര ഭരണകക്ഷി എന്നുള്ള നിലയിൽ മധുവിൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ആളുകൾക്ക് മനസ്സിലാവാതെ സംസാരിക്കുക ചെയ്തിട്ടുള്ളത്. ആ മറുപടിയാണ് ജനങ്ങൾ വയനാട്ടിൽ, ആ ഇടപെടലാണ് വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി നിയമമാണ്, വകുപ്പ് കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. പ്രധാനമന്ത്രിയാണ് നാഷണൽ ടൈഗർ കൗൺസിൽ അതോറിറ്റീൻ്റെ ചെയർമാൻ. പിണറായി വിജയൻ അല്ല ചെയർമാൻ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളല്ല ചെയർമാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ കൗൺസിലിൻ്റെ ചെയർമാൻ. അതിൻ്റെ വൈസ് ചെയർമാൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് അതിൻ്റെ വൈസ് ചെയർമാൻ. അവർ വേണം NDTCയുടെ SOP നടപ്പിലാക്കുന്നത് അവരുടെ മുൻകൈയിലാണ്. അവർ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് പറയുമ്പോൾ എന്തിനാ മാറി നിൽക്കുന്നത്? അത് പറയുമ്പോൾ അതിൽ നിന്ന് BJP ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നത് എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കടുവയെ പിടിച്ചാൽ ഈ പ്രതിസന്ധി തീരുമോ? ഈ കടുവയെ ഇന്നല്ലെങ്കിൽ നാളെ വാഗേരിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കേതായാലും വ്യത്യസ്ത അഭിപ്രായമില്ല. 1-2 ദിവസം കൊണ്ട് പിടിക്കും. കൃഷ്ണഗിരിയിൽ ഏതാണ്ട് ഇറങ്ങിയ കടുവയെ 50 ദിവസം കഴിഞ്ഞിട്ടാണ് പിടിച്ചത്. അത്രയും താമസം വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിസന്ധി തീരുമോ? ഇവിടുത്തെ പ്രതിസന്ധി തീരണമെങ്കിൽ ഈ വയനാടിന് ചുറ്റുമുള്ള കടുവാ സങ്കേതങ്ങളിലെ കടുവയുടെ സാന്ദ്രത കുറയ്ക്കണം. ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ കടുവയുണ്ട്. അതിനെ പിടിച്ചു കൊണ്ടുപോകാൻ കേന്ദ്രതലത്തിൽ തീരുമാനമുണ്ടാവണം. ആ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട BJPയുടെ വയനാട് ജില്ലാ അധ്യക്ഷൻ ഇതിൻ്റെ പരിസരത്തെ താമസക്കാരനാണ് എന്ന് പറയുന്ന സാഹചര്യവും കൂടി ഈ ജനതയ്ക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണം. അതിനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 2, അദ്ദേഹത്തിന് ചില പരാമർശങ്ങൾക്ക് മറുപടി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കിൽ ആളെ പോസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കിൽ ആളെ പോസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടല്ല. അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തതെങ്കിൽ പ്രധാനമന്ത്രിയിൽ സ്വാധീനിച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ഒരു 18-19 350 കോടി രൂപയാണ് ടൈഗർ പ്രൊജക്റ്റിന് മാത്രം ഇന്ത്യയിൽ മാറ്റിവെച്ചത്. 19-20 252 കോടി.
ആകെ ഈ കഴിഞ്ഞ 4 വർഷം 1047 കോടി രൂപ ഈ ടൈഗർ പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാറ്റി വെച്ചിട്ടുണ്ട്. ₹1 വയനാട്ടിൽ കിട്ടില്ല. എന്താ കാരണം? വയനാട്ടിൽ ഈ പ്രൊജക്റ്റ് ഇല്ല. വയനാട്ടിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം 2009 കാലഘട്ടത്തിൽ നടന്നിരുന്നു. അന്ന് വയനാടൻ ജനതയുടെ ഉജ്ജ്വലമായ പ്രതിഷേധം ഉയർന്നു വന്നു. അന്നത്തെ MP മരണപ്പെട്ടു പോയ ശ്രീ MI ഷാനവാസിൻ്റെ തലയും കടുവയുടെ ഉടലും ഒക്കെ വെച്ചിട്ട് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ DYFIക്കാർ ഫ്ലെക്സ് വെച്ച് സമരം നടത്തിയത് ആളുകൾ മറന്നുപോയിട്ടുണ്ടാവില്ല. കാരണം വയനാടിനെയും കൂടെ ഉൾപ്പെടുത്താൻ അന്നത്തെ ആലോചന നടക്കാനുള്ള കാരണം ഇവിടെ കടുവയുടെ ഡെൻസിറ്റി കൂടുമ്പോൾ വയനാടും കൂടെ ഉൾപ്പെടുത്തിയാൽ കുറച്ച് അധികം വിശാല പ്രദേശം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്, പ്രതിഷേധം കൊണ്ട് മാറ്റിവെച്ചതാണ്. ഈ 1047 കോടി രൂപ ഈ 4 വർഷം കൊണ്ട് ഈ പരിസരത്തുള്ള കടുവാ സങ്കേതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വയനാട്ടിലേക്ക് അത് കിട്ടുന്നില്ല. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട, ഇത് സംരക്ഷിക്കുന്നുണ്ട്. ആ ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. ഗെയ്വിനെ, താങ്കൾക്ക് മറുപടി പറയേണ്ടത് പ്രത്യേകിച്ചും MP കടന്നു വന്നിട്ടില്ല, MP വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ആരോപണത്തിനായിരിക്കും. അദ്ദേഹം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കപ്പെടുന്നു. പറഞ്ഞോളൂ. വയനാടിൻ്റെ MP ശ്രീ രാഹുൽ ഗാന്ധി അവസാനമായി വയനാട് സന്ദർശിച്ചിട്ട് 2 ആഴ്ച, ഏതാണ്ട് 14 ദിവസം മാത്രം പൂർത്തിയാവുന്നേ ഉള്ളൂ. മധുവേട്ടൻ ആ കാര്യത്തിൽ പേടിക്കണ്ട. അടുത്ത 14 ദിവസത്തിനുള്ളിൽ ഈ ഡിസംബർ അവസാനത്തോടു കൂടി അദ്ദേഹം വീണ്ടും വയനാട് ജില്ലയിൽ വരികയാണ്. അപ്പോൾ MP-യുടെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ MP വയനാട്ടിൽ ഇടപെട്ടോ എന്നുള്ള ചോദ്യത്തിന് നിരന്തരമായി ദേശീയ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു മുഖമായിരുന്നിട്ട് കൂടി തൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടാനും തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാനും പരമാവധി ശ്രമിക്കുന്ന ഒരു MP-യാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം വയനാട് ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കളക്ടറോടൊപ്പം ജില്ലയിലെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ജില്ലാതല കമ്മിറ്റികളുടെ യോഗം ചേർന്ന് പോയിട്ട് 2 ആഴ്ചക്കാലം പൂർത്തിയാവുന്നേ ഉള്ളൂ. അടുത്ത ഡിസംബർ 28, 29 നിലവിൽ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം അനുസരിച്ച് അദ്ദേഹം വീണ്ടും വയനാട് ജില്ലയിൽ എത്തുകയാണ്. ആ കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ എനിക്ക് പ്രത്യേകമായിട്ട് കേരളത്തെക്കുറിച്ച് അല്ലെ വയനാടിനെ കുറിച്ച് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുന്ന ഒരു പ്രത്യേക സമീപനം അത് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. ഒരു ഫെഡറൽ രാജ്യത്ത് ഒരു സംസ്ഥാനം, എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സ് കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത്. BJP ഇതിനു മുൻപും പല ഗവൺമെന്റുകളും ഇന്ത്യയിൽ അധികാരത്തിലിരുന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലാത്ത മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ, മറ്റ് ഓരോ പദ്ധതികൾ അനുഭവിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇത്ര കണ്ട് പക്ഷപാതപരമായ സമീപനം പുലർത്തുന്ന ഒരു ഗവൺമെന്റിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ്. എൻ്റെ മുന്നിൽ ഈ മീനങ്ങാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലളിതമായ ഉദാഹരണം എനിക്കുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുന്നിൽ, ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ മുന്നിൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച പ്രൊജക്ട്, ഈ പറഞ്ഞതുപോലെ 2 സെൻട്രൽ സെക്രട്ടറിമാർ ഈ പഞ്ചായത്തിൽ വന്ന് ആ പദ്ധതിയുടെ വിവിധ വശങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി പഞ്ചായത്തിന്റെ പ്രപ്പോസലിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതി അതിന്റെ ഫൈനൽ അപ്രൂവലിലേക്ക് എത്തുമ്പോൾ പ്രൊജക്റ്റ് ഒക്കെ കൊള്ളാം, നിങ്ങൾ ഈ പ്രൊജക്റ്റ് വയനാട് മാറ്റി, കാരണം വയനാട് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമാണ്, നിങ്ങൾ കേരളം മാറ്റി, കാരണം ഇത് BJP ഭരിക്കാത്ത ഒരു സംസ്ഥാനമാണ്, ഏതെങ്കിലും ഒരു BJP റൂളിംഗ് സ്റ്റേറ്റിലേക്ക് ഇതിന്റെ ഹെഡ് മാറ്റി നിങ്ങൾ സബ്മിറ്റ് ചെയ്യൂ, അപ്രൂവ് ചെയ്യാമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്രട്ടറി പറഞ്ഞ പദ്ധതി വരെ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. ഈ സമീപനത്തിൽ മാറ്റം വരുത്തുമ്പോൾ മാത്രം 1000 കോടി രൂപയിലധികം 4 വർഷക്കാലമായി ടൈഗർ റിസർവിന് വേണ്ടി മാത്രം ചെലവഴിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ആ തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ നിൽക്കുന്ന ടൈഗർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം നടപടികളാണ് നടന്നത്? ഇത്തരം ടൈഗർ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കടുവ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം പ്രതിരോധിക്കാൻ ഉതകുന്ന തരത്തിൽ ശാശ്വതമായ പ്രതിരോധ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ 1000 കോടി രൂപയിൽ എത്ര കോടി രൂപ വിനിയോഗിക്കപ്പെട്ടു? ഇത്തരം കാര്യങ്ങളിലെല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു പോകുമ്പോഴാണ് ഈ വിഷയം എക്കാലവും ഇതുപോലെ തുടരുന്ന ഒന്നായി മാറുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഇടപെടേണ്ട ഒരു ഘടകം എന്ന നിലയിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ളത്. തുടരാൻ നമുക്ക് ഇവിടുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ? എൻ്റെ പേര് EV തോമസ്. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി വയനാട് കലക്ട്രേറ്റിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാനാണ്
ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ആ മീറ്റിങ്ങിൽ ഒരുപാട് ആക്ഷേപങ്ങൾ, ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് വന്യമൃഗ ആക്രമണത്തെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കാടും നാടും വേർതിരിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു വേലി നിർമ്മിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് അവിടെ ഉയർന്നു വന്ന ഒരു ചർച്ച, ഏതെങ്കിലും ഒരു വന്യമൃഗം ആളുകളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പിന്നെ വളർത്തുമൃഗങ്ങളെ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പരാതിപ്പെടാൻ ഒരാളില്ല. ശരിക്കും ദ്രുതഗതിയിൽ വേഗം ഒരു നടപടിയെടുക്കാൻ പരാതിപ്പെടാൻ ഒരാളില്ല എന്നുള്ളതാണ്. അതിന് ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുക എന്നുള്ള ഒരു ആവശ്യം മൊത്തത്തിൽ ഉയർന്നു വന്നു. അത് ബഹുമാനപ്പെട്ട മന്ത്രി അംഗീകരിച്ചതാണ്. പക്ഷേ അതിവിടെ ഇതുവരെ നടപ്പിലാക്കി കണ്ടില്ല. അത് ബഹുമാനപ്പെട്ട കേളു MLA പറഞ്ഞത്, എൻ്റെ ഒരു അവസ്ഥ തന്നെ വളരെ ദയനീയമാണ്. ഇവിടെ എന്തെങ്കിലും ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായാൽ പിന്നെ മനുഷ്യനെ കടുവ പിടിക്കുകയോ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കുക തന്നെ ചെയ്യുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഉന്നയിച്ച വേറൊരു കാര്യം, മനുഷ്യജീവനെ വില കുറച്ച് കാണുന്നു. 5 ലക്ഷമോ 10 ലക്ഷമോ അല്ല ഒരു മനുഷ്യ ജീവൻ്റെ വില. അത് പണം കൊണ്ട് അളക്കാൻ പറ്റിയതല്ല. പക്ഷേ പിന്നെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ 1 കോടി രൂപയാണ് ഒരു മനുഷ്യജീവൻ. അത് പിന്നെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മിലിറ്ററി പട്ടാളത്തിലുള്ള ആളുകൾക്കും പോലീസുകാർ കൃത്യനിർവഹണത്തിനിടയിൽ ജനങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. ആ 1 കോടി രൂപ ഇവിടെ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കുന്ന ആളുകളുടെ കുടുംബത്തിന് കൊടുക്കണം. അത് ജീവൻ്റെ വിലയല്ല, ആ കുടുംബത്തിന് ഉള്ള ഒരു താൽക്കാലിക ഒരു ആശ്വാസം മാത്രമാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു വലിയ ഒരു നഷ്ടപരിഹാരം ഉന്നയിക്കാൻ ഇവിടെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വക്താവ്, അതായത് പാർട്ടിയുടെയും വക്താവ് ഇവിടെയുണ്ട്. നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മരിച്ചതിന് ശേഷമാണ് നഷ്ടപരിഹാരത്തിന്റെ കാര്യം വരുന്നത്. മരണം എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ നഷ്ടപരിഹാരത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് കൂടിയാണ്. ഇവിടെ നമ്മൾ ഈ ഉന്നയിക്കുന്ന വിഷയം ഭാവിയിൽ വലിയ തോതിലേക്ക് നാം നേരിടേണ്ട ഒരു പ്രയാസമാണ് എന്നതിന് സംശയമൊന്നുമില്ല. കടുവ മാത്രമല്ല, വന്യമൃഗങ്ങൾ വലിയ തോതിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് കാരണം കാടും നാടും നമുക്ക് വേർതിരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മറ്റൊരു പ്രധാന പ്രശ്നം, ടെറിട്ടറി കൂടുതലായി വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടുവ ഉൾപ്പെടെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ ഒരു ടെറിട്ടറിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്തത് നിലവിലുള്ള നിയമ സംവിധാനമാണ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? നമുക്കറിയാം. നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡൻറ്റും ജയനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ താഴെ തട്ടിൽ നിന്ന് ആവശ്യകതകൾ മുൻനിർത്തിയാണ് ഓരോ നിയമങ്ങളും നിർമ്മിക്കേണ്ടതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ രൂപപ്പെട്ടു വരേണ്ടത്. അല്ലാതെ ഏറ്റവും മുകളിൽ ഇരുന്നു കൊണ്ട് മൃഗങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് നിയമം ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ ഇവിടെ നിന്ന് മാറി ഒരു അനിമൽ കിങ്ഡം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കണമെങ്കിൽ എന്താണ് പ്രായോഗിക തലത്തിലെ പ്രയാസങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പരിഗണിക്കാനും ആ നിർദ്ദേശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പുതിയ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്. വളരെ ആരോഗ്യകരമായ ഒരു അഭിപ്രായമാണ്. ഇതിൽ നമ്മൾ 1980 കാലഘട്ടമാണ് നമ്മൾ ഈ ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പരിസ്ഥിതി വകുപ്പ് യോഗം ചേർന്ന് നമ്മളെ രാജ്യത്ത് ഓസോൺ പാളിക്ക് തകരാറ് സംഭവിക്കുകയും അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി എന്ന നിലക്ക് വനവൽക്കരണം രാജ്യത്താകെ നടക്കണമെന്നും അങ്ങനെ വനവൽക്കരണം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിസ്ഥിതി സംവിധാനങ്ങൾ രാജ്യത്തുണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നത് അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങളാണെന്നും ആ രാജ്യങ്ങൾ
ഇതിനാവശ്യമായ ഇത് അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ വ്യവസായങ്ങളൊന്നും തൊട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മറ്റ് രാജ്യങ്ങൾ, കൂടുതൽ നമ്മളെ ഇന്ത്യ രാജ്യം പോലെയുള്ള രാജ്യങ്ങൾ വനവൽക്കരണം നടത്തിയാൽ അതിനാവശ്യമായ സംവിധാനം, ധനസഹായം ഞങ്ങൾ തരും എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി തന്നെ ടൈഗർ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തൊക്കെ രൂപപ്പെട്ടു വരികയും ചെയ്തു. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗ ശല്യങ്ങളില്ലാതെ അവർ പരിഹരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മൈസൂർ പട്ടണത്തിൻ്റെ നടുക്ക് ആന കയറി 2 പേരെ കൊന്നു. അതിനുശേഷം ഒരു കടുവ മൈസൂർ പട്ടണത്തിലിറങ്ങിയ ആളെ പിടിച്ചു. ഇതെല്ലാം നമ്മളെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ജയൻ പറഞ്ഞതുപോലെ, സ്വാഭാവികമായും നമ്മുടെ അടിസ്ഥാന നിയമത്തിൽ മാറ്റം വരുത്തുകയും വനവും ഇതും വേർതിരിക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാവുകയും വേണം. അതിനെന്താണ് BJPക്ക് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടല്ലോ കേന്ദ്രത്തിൽ, വളരെ BJP ഭരിക്കുന്ന കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ BJP അദ്ദേഹത്തെ സമീപിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ ഈ കാലയളവ് വരെ? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ വസ്തുത. അപ്പോൾ ഇത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ല വേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ ഇടപെടലിലൂടെ ഒറ്റ മനസ്സോടുകൂടി നിന്നുകൊണ്ട് ഈ വന്യമൃഗ ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണം. 1987 ഈ അപകടം ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന അപകടത്തിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തമായ നിലപാട് കേന്ദ്രം ഭരിക്കുന്ന എടുക്കണം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണിത്. അതിൽ പരിമിതമായ അധികാരം മാത്രമേ കേരളത്തിനുള്ളൂ. ഓക്കെ, ഇവിടെ ഒരാൾ. എൻ്റെ പേര് ജേക്കബ്. ഇപ്പോൾ ഇവിടെ അവതാരകൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറഞ്ഞിരുന്നു. പരിഹാരം നിർദ്ദേശിക്കാൻ അപ്പോൾ അതിന് കാരണങ്ങൾ അന്വേഷിക്കണമല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തോന്നുന്നത്, വയനാട് 2132 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ജില്ലയാണ്. അതിൽ 40% ഏകദേശം 896 ചതുരശ്ര കിലോമീറ്റർ വനമാണ്. പക്ഷേ ഇത് വനമാണെന്ന് പറയുന്നതേ ഉള്ളൂ. അതിൽ ഏതാണ്ട് 450 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ ഏകവിളത്തോട്ടങ്ങളാണ്. ഇപ്പോൾ ഒരു മാസം മുമ്പ് വരെ വയനാട് ജില്ലയിലെ വനംവകുപ്പ് അധികാരികളിൽ നിന്ന് വീണ്ടും തേക്ക് നട്ടുപിടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണെന്ന് പത്രവാർത്ത കണ്ടിരുന്നു. ഈ ഏകവിള വൃക്ഷത്തോട്ടങ്ങൾ ഇത് ഏത് വിധത്തിലാണ് ഇവിടുത്തെ വന്യമൃഗശല്യത്തിന് സഹായകമാകുക? അതുപോലെ തന്നെ വനത്തിൻ്റെ വിസ്തൃതി ദിനംപ്രതി കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് തോട്ടഭൂമികളോട് ചേർന്ന് കിടക്കുന്ന വനത്തിൻ്റെ വിസ്തൃതി ദിനംപ്രതി കുറയുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇവിടെ വയനാട് ചുരത്തിൽ നിന്ന് നോക്കിയാൽ മതി. 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന എസ്റ്റേറ്റിൻ്റെ വിസ്തൃതി ഇപ്പം കൂടി വന്നു. അതിനനുസരിച്ച് വനം കുറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ വയനാട്ടിൽ ഇപ്പോൾ ടൂറിസത്തിൻ്റെ പേരിൽ ഇഷ്ടംപോലെ അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ വനത്തിനുള്ളിലും അരികളിലുമായിട്ട് നടക്കുന്നു. ഇത് ഏത് വിധത്തിലാണ് വന്യമൃഗശല്യം കുറയ്ക്കുന്നതിന് സഹായമാകുക? അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ നടപടി സ്വീകരിക്കേണ്ടത് നോക്കേണ്ടത് ആരാണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന തർക്കം. അത് പഞ്ചായത്താണോ, സംസ്ഥാനമാണോ, കേന്ദ്രമാണോ എന്നുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഞങ്ങൾക്ക് പറയാനുള്ളത് വനത്തിൻ്റെ വിസ്തൃതി ഇപ്പോൾ നിലവിലുള്ള അത്രയും തന്നെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ വന്യമൃഗങ്ങളെ കാടും നാടും വേർതിരിക്കുക. അതിനെ തീർച്ചയായും ഒറ്റ കാര്യം സൂചിപ്പിക്കാനുണ്ട്. കാടും നാടും വേർതിരിക്കുക. അപ്പോൾ ഈ ക്ഷുദ്രജീവിഗണത്തിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് പഞ്ചായത്ത് ഉണ്ട്. അതേ അനുമതി ബാക്കി ഇപ്പോൾ നമുക്ക് ശല്യമായിക്കൊണ്ടിരിക്കുന്ന മയില് അല്ലെങ്കിൽ മാന് തുടങ്ങിയ ജീവികളെ കൊല്ലുന്നതിന് ഇപ്പോൾ നിലവിലുള്ള രീതി തോക്ക് ഉപയോഗിച്ച് കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇപ്പോൾ സാധാരണ കർഷകർക്ക് നൽകിക്കൂടാ? അവർ സാധാരണ പ്രയോഗിക്കുന്ന വിഷോ അല്ലെങ്കിൽ കെണിവെച്ചോ മറ്റു വിധത്തിലോ കൊല്ലുന്നതിന് നിയമനിർമ്മാണം നടത്തിക്കൂടാ? ഇത് ആദ്യമേ ഇവിടെ ചർച്ചയിൽ വന്നിരുന്നു. പക്ഷേ ഓരോരുത്തരും ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇനി ആരെയാണ് ഇതിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടതെന്നും കൂടി ഒന്നുകൂട്ട് പറയണം. ഓക്കെ, നമുക്കതിന് മറുപടി പറയാം. അദ്ദേഹം ചോദിച്ച ചോദ്യം കുറേ ആരോഗ്യകരമായ ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ബേസിക്കലി നടപ്പാക്കാൻ ഇവിടെ സാധിക്കുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ശ്രീ A.V. ജയന് തന്നെ തുടങ്ങാം. ബേസിക്കലി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ
ഈ AAPൻ്റെ പ്രതിനിധികളാണല്ലോ 1-2-3 പേര് സംസാരിച്ചത്. അവർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞങ്ങളെക്കാൾ കൂടുതൽ MPമാരുള്ള ആളുകളാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ബംഗാളിൽ നിന്നും ഡൽഹിയിൽ നിന്നും അല്ല പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ MPമാരുണ്ട്. BJP വയനാടിന് വേണ്ടി ഇടപെടുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് MPമാർക്ക് ഈ നിയമം ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിനകത്ത് ഇടപെട്ടുകൂടാ? പാർലമെൻറ്റാണല്ലോ നിയമം നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി എന്ന് പറയുന്നത്. അപ്പോൾ AAPൻ്റെ സുഹൃത്തുക്കൾ കേവലം ഈ കാട് കാണാതെ മരം മാത്രം കണ്ട് വർത്തമാനം പറയുന്നതിന് പകരം അവരുടെ MPമാരെ ഉപയോഗപ്പെടുത്തി കൂടി വയനാടിന് വേണ്ടി ഇടപെടുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ അത് നന്നായിരിക്കുമെന്നാണ് അതിനോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇത്ര നേരവും സംസാരിച്ചിട്ടും നിയമം എവിടെ നിർമ്മിക്കണമെന്ന് AAPൻ്റെ സുഹൃത്തിന് മനസ്സിലാവുന്നില്ല. കേന്ദ്ര വനം പരിസ്ഥിതി നിയമമാണ്, അത് കേന്ദ്രത്തിൽ തന്നെ വേണം നിയമിക്കാൻ. ഇവിടെ പന്നീനെ വെടിവെക്കാൻ വേണ്ടി അനുമതി ചോദിച്ചിട്ട് മടക്കിയതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചു. അതിന് അദ്ദേഹത്തിന് സുഹൃത്തുക്കൾക്ക് മറുപടിയില്ല. അപ്പോൾ കേന്ദ്രമാണ് അത് നിയമിക്കേണ്ടത്. മറ്റൊന്ന്, ഒരു സുഹൃത്ത് മന്ത്രിമാരെത്തുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. മന്ത്രിമാർ എത്തണമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, മന്ത്രിമാർ നിർബന്ധമായിട്ടും എത്തണം. പക്ഷേ മന്ത്രിമാർ എത്തിയില്ലെങ്കിലും ആ കടുവയെ, നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഒക്കെ സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അവർ സ്ഥലത്ത് വരും. അങ്ങനെ ആ ചോദ്യത്തിന് വേണേൽ മറുപടി അങ്ങയുടെ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്ഥലത്ത് വന്നുവെന്ന് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോദ്യത്തിലൂടെ അല്ലല്ലോ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് വരും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. ഈ രാഹുൽ ഗാന്ധിക്ക് പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പം ഇന്നത്തെ മനോരമയെ കണ്ടു, അദ്ദേഹം കത്തയച്ചു എന്ന് പറഞ്ഞു. ഈ കത്തയക്കാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതിരാറ്റൂന്ന് UP സ്കൂളിൽ LP സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് മതി. അതിന് ഇത്രയും വലിയ സംവിധാനത്തിൽ ഒരു MPയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഈ രാജ്യത്തെ ഒരു എലൈറ്റ് ഫാമിലി മെമ്പറാണ്. കേരളത്തിലെ മറ്റ് MPമാരെയോ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ MPമാരെ പോലെയുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് നാഷണൽ മീഡിയയുടെ, ഇൻ്റർനാഷണൽ മീഡിയയുടെ ഒക്കെ കവറേജ് എവിടെ പോയാലും എലൈറ്റ് ഫാമിലി മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം ഈ വന്യജീവി വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ഇടപെടലാണ് നടത്തിയത് നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പം മാനന്തവാടി മണ്ഡലത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് MLA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കോടി അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാനന്തവാടി മണ്ഡലത്തിൻ്റെ 17 കേന്ദ്രങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ മാറ്റിവെച്ചു. ഞാൻ പ്രദേശവും സാധനവും ഫണ്ടും എൻ്റെ ലിസ്റ്റുണ്ട്. മാനന്തവാടി നോർത്ത് വയനാട് DFOൻ്റെ ഓഫീസിൽ കിട്ടും, അവിടുത്തെ റേഞ്ചർ ഓഫീസിൽ കിട്ടും. എൻ്റെ ഫോണിൽ ഞാൻ ഡീറ്റെയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി തയ്യാറാണ്. നമ്മുടെ മണ്ഡലത്തിലെ MLA കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് അദ്ദേഹം ഇവിടെ MLA അല്ലേ? ഈ 13 വർഷക്കാലം ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസനത്തിന് വേണ്ടി 5 കോടി രൂപ ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ 13 വർഷം എന്ന് പറയുന്നത് 25, 50, 65 കോടി രൂപ ഈ സുൽത്താൻ ബത്തേരിയുടെ വിവിധ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അനുവദിക്കുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കുന്നതിന് എന്തിടപെടലാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് വെച്ച് നടത്തിയിട്ടുള്ളത്? ഗവൺമെൻറ് ഇടപെടുന്ന പൊതു ഫണ്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടാവാം, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ പ്രാദേശിക വികസന ഫണ്ട് ഈ വയനാടിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വയനാട് ജില്ലയുടെ പൊതുഭരണത്തിൻ്റെ തലപ്പത്തുള്ള ജില്ലാ പഞ്ചായത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്താ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം? ഇത് ഓരോ മീനങ്ങാടി പഞ്ചായത്തിന് ചുറ്റും ഒരു വേലി തീർക്കുന്നു, പൂതാടി പഞ്ചായത്ത് അതിന് ചുറ്റും വേലി തീർക്കുന്നു, ബത്തേരി മുനിസിപ്പാലിറ്റി അതിന് ചുറ്റും വേലി തീർക്കുന്നു. അങ്ങനെ ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. വയനാട് എന്ന് പറയുന്നത് പൊതുവായിട്ട് വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിനാണ് നേതൃത്വം കൊടുക്കാൻ സാധിക്കുക. എങ്ങനെ? ആവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിന് ഒറ്റയ്ക്കില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ 23 ഗ്രാമപഞ്ചായത്തുകളെയും 3 മുനിസിപ്പാലിറ്റിയെയും 4 ബ്ലോക്ക് പഞ്ചായത്തിനെയും 3 MLAമാരെയും ബഹുമാനപ്പെട്ട MPയെയും വയനാടിൻ്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയെയും സംസ്ഥാന ഗവൺമെൻറ്റെയും കൂടെ ഉൾപ്പെടുത്തി ഒരു ജനകീയമായ ഒരു കൂട്ടായ്മയ്ക്ക് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുത്താൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ജില്ലയുടെ, ഞാൻ ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ, ഇവിടുത്തെ വ്യക്തികളുടെ, എസ്റ്റേറ്റ് ഉടമസ്ഥരുണ്ട്, അതുപോലെ വൻ സമ്പന്നരായിട്ടുള്ള കൃഷിക്കാരുണ്ട്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷനിലൂടെ ഒരു കൂട്ടായ ഇടപെടലിന് വയനാട് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുത്താൽ നമുക്ക് 100% അല്ലെങ്കിലും താൽക്കാലികമായി ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു നേതൃത്വം കൊടുക്കുന്നതിന് കർഷക സംഘം എന്നുള്ള നിലയിൽ 1.5 കൊല്ലം മുമ്പ് ഇതിൻ്റെ വിശദാംശം തയ്യാറാക്കി വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ജംഷാദ് മരക്കാരന് ഞങ്ങൾ നിവേദനം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊജക്റ്റ് വെച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. ഈ കൂട്ടായ്മ ഉണ്ടാക്കണം, ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കണം. അങ്ങനെയാണ് ശാശ്വതമായി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ഒറ്റ പോയിന്റ് കൂടി, നമ്മുടെ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അപ്പുറത്താണല്ലോ ഗുണ്ടിൽപേട്ട.
കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2 ആളുകളെ അവിടെ കടുവ കൊന്നു തീർത്തു. ഒരു ആദിവാസി സഹോദരിയെയും നമ്മളിവിടുന്ന് ചെല്ലുന്ന കാട് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന മധൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയോധികനെയും കടുവ തിന്നു തീർത്തു. അതിനെ വെടിവെക്കാൻ നാട്ടുകാർ, കേരളം പോലെ നിയമ സാക്ഷരതയുള്ള ഒരു പ്രദേശമല്ല, നാട്ടുകാർ തോക്കുമായി കാട്ടിലേക്ക് കയറി അതിനകത്ത് ഒരാളെ കാണുന്നില്ല. ഫോറസ്റ്റുകാർ വെടിവെച്ച് കൊന്നതാണെന്നും കടുവ പിടിച്ചതാണെന്നും പ്രാദേശികമായി അവിടെ വർത്താനമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കടുവയെ സംബന്ധിച്ച് എല്ലാ പ്രദേശത്തും നിൽക്കുന്ന രീതി ഇതാണ്. അത് കേവലം ഒരു പ്രദേശത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല, രാജ്യത്തിനാണ് ഇടപെടാൻ കഴിയുക. ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് ഇടപെടുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. അതിന് ബാക്കിയുള്ള ആളുകൾ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ് ഈ സംവാദത്തിലൂടെ തന്നെ മറുപടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീ കെ വിനെ, ഒരു അത്യാഹിതം ഒരു നാട്ടിലുണ്ടാവുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തേണ്ട ആള് ആ കൺസേൺഡ് വകുപ്പിൻ്റെ മന്ത്രിയാണ്. വനം വന്യജീവി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം വയനാടിൻ്റെ ചുമതലയുള്ള കേരള ക്യാബിനറ്റിൽ ഈ ജില്ലയിലെ ജനങ്ങളുടെ ചുമതലകൾ നോക്കുന്നതിന് വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആളാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ദിവസം 8 പിന്നിട്ടു. നവകേരള സദസ്സിൻ്റെ രാജകീയമായ യാത്രയിൽ അഭിരമിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഈ ദിവസം വരെ വയനാട് ചുരം കയറി വരികയോ ആ കടുവയെ പിടിക്കുന്നതിനാവശ്യമായ നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ സഹോദരനെ നഷ്ടപ്പെട്ടിട്ട് ദിവസം 8 പൂർത്തിയാവുകയാണ്. ഇതുവരെ കടുവ അദൃശ്യനാണ്. ആ അദൃശ്യനായ കടുവയെ പിടിക്കാൻ ഈ വയനാട് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര നടത്തിയിട്ട് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് സമാന രീതിയിലുള്ള അനുഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടൊന്നുമില്ല കടുവയെ പിടിക്കുന്നത്. മന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നരഭോജിയായ കടുവ മനുഷ്യനെ കൊന്ന് ഭക്ഷിച്ചതിന്റെ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നായ്ക്കട്ടിയിൽ വന്നു. ഇതുപോലെ ജനപ്രതിനിധികൾ MLA-യുടെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആളുകളെ സംഘടിപ്പിച്ച് ഗവൺമെന്റിനോട് വെടിവെക്കാൻ ഉത്തരവിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയോ അവരുടെ ദയയ്ക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്യേണ്ടി വന്നില്ല. ആ നായിക്കട്ടിയിലെ കവലയിൽ രാവിലെ 6:30 മണിക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വെടിവെക്കാൻ ഉത്തരവ് കൊടുത്ത മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ രാഷ്ട്രീയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കതിൽ ഭംഗിയായി രാഷ്ട്രീയം പറയാൻ അറിയാം. അതിന് യാതൊരു മടിയുമില്ല. അത് ഞാൻ പറയുകയും ചെയ്യും. ബഹുമാനപ്പെട്ട MLA OR കേളു MLA മാനന്തവാടിയിൽ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം വെക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ബത്തേരി നിയോജക മണ്ഡലം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,10,00,000 രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു. അടുത്തതിന്റെ AS കൊടുക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, നിങ്ങൾ ചോദിച്ചല്ലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പലകുറി സംസ്ഥാന വയനാട് ജില്ലയിലെ വനം വകുപ്പ് പലകുറി സംസ്ഥാന വനം വകുപ്പിനോട് ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ, ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ 4 വീൽ സൗകര്യമുള്ള ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലമായി സംസ്ഥാന ഗവൺമെന്റിന് ഡിപ്പാർട്ട്മെന്റിന് കത്തുകൾ അയച്ച് മടുത്തിരിക്കുകയാണ്. ആ DFO അയച്ച കൂട്ടത്തിൽ ഒരു കത്ത് ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കൂടി അയച്ചു. രാഹുൽ കഴിഞ്ഞ ദിവസം പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു, വയനാട് ജില്ലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളിന് AS കൊടുത്തിരിക്കുക. അടുത്ത ദിവസം വണ്ടി വരും. ഇനി ഇത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ ആ വണ്ടിയിൽ വയനാട് ജില്ലയിലെ ഫോറസ്റ്റ് അധികാരികൾ അകത്തുപോകും. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രതിനിധിയായി ദുരിതം സംഭവിച്ച വീട്ടിൽ വന്ന് അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്ന് പറഞ്ഞതാണ്. യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചർച്ച ഒരു ഭാഗത്ത് ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെടുകയും ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം, ഒരു പ്രതലം രൂപപ്പെട്ടു വരുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന, ചെയ്ത കാര്യങ്ങളെ മനഃപൂർവ്വം ആസൂത്രിതമായി തമസ്കരിച്ചുകൊണ്ട് അതില്ലെന്ന് പറഞ്ഞു പോകാൻ ശ്രമിച്ചാൽ അതിനെതിരെ വസ്തുനിഷ്ഠമായ മറുപടികൾ തന്നെ ഉണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ഇവിടെ സൂചിപ്പിക്കും. വേറൊരു കാര്യം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോകേണ്ടത് കടുവയുടെ അടുത്തേക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരന്റെ കയ്യിൽ എന്താണ് അവന്റെ സുരക്ഷയ്ക്ക് കൊടുക്കാൻ? വയനാട് ജില്ലയിൽ ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം, മാൻ ആനിമൽ കൺഫ്ലിക്റ്റ്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇത്ര രൂക്ഷമാകുമ്പോൾ ജയൻചേട്ടൻ ജില്ലയിലെ DFO-യോടോ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ അധികാരികളോടോ ആവശ്യപ്പെട്ടാൽ മതി, ഒരു 2ാമത്തെ റാപ്പിഡ് റെസ്പോൺസ് യൂണിറ്റിനെ
അനുവദിച്ച് ഈ ജില്ലയ്ക്ക് തരണമെന്ന് ആവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കെഞ്ചി തുടങ്ങിയിട്ട് കൊല്ലം 4 or 5 ആയി. ഒരു നിലവിലുള്ള ഒരു യൂണിറ്റിന്റെ കൂടെ ഒരു യൂണിറ്റിനെ അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആവശ്യം ഫയലിൽ ഉറങ്ങുകയല്ലാതെ ഓരോ ദിവസവും ഓരോ പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങി പ്രയാസമുണ്ടാകുന്ന സ്ഥലത്ത് ഒരു വാഹനവും അത്യാധുനിക സംവിധാനങ്ങൾ, തോക്കുൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളും സാധാരണ മനുഷ്യൻ ഒരു കടുവയുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ജീവന് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു പടച്ചട്ട പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഇത്തരം സാധാരണ മനുഷ്യനെ കടുവയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് അതിനനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. ജനങ്ങൾ ചീത്ത വിളിക്കുന്നത് ഫോറസ്റ്റിന്റെ അധികാരികളെയാണ്. കടുവയെ ഇപ്പൊ ഈ ചർച്ച ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്ത് കൊളകപ്പാറയുടെ അനുബന്ധ മേഖലകളിൽ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാരെ വിളിക്കുകയാണ്. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ ഒരു ഭാഗത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആക്ട് ചെയ്യാൻ അവർക്ക് തടസ്സമായി നിൽക്കുകയാണ്. കാരണം ഒരു കടുവയെ കണ്ടാൽ ആ കടുവയെ മുന്നിൽ കണ്ടാൽ പോലും വെടിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വെടിവെക്കാൻ പറ്റില്ല. കാരണം ക്യാമറ വെക്കണം, ക്യാമറയിൽ കടുവ തെളിയണം, അത് കഴിഞ്ഞ് കൂട് വെക്കണം, അത് കഴിഞ്ഞ് മയക്കുവെടി വെക്കണം, അത് എല്ലാം കഴിഞ്ഞ് കടുവയെ വെടിവെക്കണം. ഇത്തരത്തിൽ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത രീതിയിലുള്ള SOP ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വന്തം ജീവന് സുരക്ഷയൊരുക്കാൻ ഒരു കടുവയെ മുന്നിൽ കണ്ടാൽ ആ കടുവയിൽ നിന്നും സ്വന്തം ജീവിതം രക്ഷിക്കാൻ, അവനവന്റെ ജീവിതം രക്ഷിച്ചിട്ട് വേണമല്ലോ മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കാൻ, അതിന് പോലും ഉതകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഭാഗത്ത് സെൻട്രൽ ഗവൺമെന്റ് SOPയിലെ ഭേദഗതിയും മറുഭാഗത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ആംഡ് ഫോഴ്സ് ആണെന്നാണ് വെപ്പ്. പോലീസിനെ പോലെ അല്ലെങ്കിൽ മറ്റിതര ഡിപ്പാർട്ട്മെന്റുകളെ പോലെ ഒരു ആംഡ് ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും മുളവടിയായിട്ടാണ് കടുവയെ പിടിക്കാൻ പോകുന്നത്. ശ്രീ വി മുരളീധരൻ കേന്ദ്രമന്ത്രി, അദ്ദേഹത്തെ കുറിച്ചും നേരത്തെ പ്രതിപാദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് BJP ഇതിനൊരു മുൻകൈ എടുക്കുന്നില്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രതിവിധിക്ക് വേണ്ടി എന്നൊരു ചോദ്യം. വയനാട് ജില്ലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ കടുവ ആക്രമണം, അതുപോലെ തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ മന്ത്രിയുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ജി പലവട്ടം സംസാരിച്ചിട്ടുണ്ട്, നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർ വേണമല്ലോ ഇതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി. ഇവിടെ നമുക്ക് നേരിട്ട് വന്നപ്പോൾ വയനാടിൻ്റെ കാര്യം പറയാൻ ഏതെങ്കിലും MP-ൻ്റെ കാല് പിടിച്ചിട്ട് വേണം പോകാനുള്ള സ്ഥിതിവിശേഷം വയനാട്ടിലെ BJPക്കുള്ളത് അല്ലെങ്കിൽ കേരളത്തിലെ BJPക്കുള്ളത്. ഇവിടെ നിന്ന് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരവരുടെ പ്രദേശത്തെ ആളുകളുടെ ജനങ്ങളുടെ വിഷയങ്ങൾ പാർലമെന്റിലും നിയമസഭയിലും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ പരിഹാരം കാണുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന MP ഇവിടുത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട് പാർലമെന്റിന്റെ MP ആയിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി, അദ്ദേഹം എന്ത് ഇടപെടലാണ് ഇതുമായി ഈ നിയമം തരത്തിലുള്ള ചർച്ച വെച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ? നിങ്ങൾക്കൊരു MP കിട്ടുന്നവരെ ഈ നാട് ഇങ്ങനെ മനുഷ്യനെ കടുവ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വ്യാഖ്യാനം അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ രൂപത്തിലൊന്നും വ്യാഖ്യാനിക്കണ്ട. ഇവിടെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ശരിയല്ല. എന്ത് പ്രൊജക്റ്റാ ഉള്ളത് ഈ കാര്യങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? ഞാൻ ഇന്നലെയും കൂടി DFOനെ കണ്ടതാ. അവർ പറഞ്ഞ അവർ കൈമലർത്തി കാണിക്കുകയാണ്. ഇരുട്ടി തപ്പുന്ന സ്ഥിതിവിശേഷമല്ലേ ഉള്ളത്. എത്രയോ കാലമായിട്ട് ഈ വയനാട് ജില്ലയിൽ വന്യമൃഗ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് ബഹുമാനപ്പെട്ട ജയം പറയട്ടെ, ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ഇന്ന പദ്ധതിയാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ന രൂപത്തിലാണ് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് പദ്ധതി രേഖ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്? പ്രൊജക്ട് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. പ്രൊജക്ട് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്ട് നാടും നാടും വേർതിരിക്കുന്നതിന് ശാസ്ത്രീയമായ പദ്ധതി തയ്യാറാക്കി കൊടുത്തു. അവര് പറഞ്ഞ മറുപടി ഉണ്ട്, നല്ല പദ്ധതിയാണ്, പണം നിങ്ങൾ കണ്ടെത്തിക്കുമെന്നാ പറഞ്ഞത്. ഏത് രൂപത്തിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചുകൊണ്ടാണോ? റെയിൽ ഫെൻസിംഗ് കം ടൈഗർ നെറ്റ് സ്ഥാപിച്ചുകൊണ്ടാണോ? മതിലിന്റെ മുകളിൽ ടൈഗർ നെറ്റും സ്ഥാപിച്ചുകൊണ്ടാണോ? ഇതൊന്നും ഈ രൂപത്തിലാണോ? ഏത് രൂപത്തിലാണ് കാടും നാടും തമ്മിൽ വേർതിരിക്കുന്നത്? ഏത് വിധേനയാണ് വേർതിരിക്കുന്നത്? അത് പറ. ഒരു പദ്ധതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, 600 കോടി രൂപയുടെ. ഏത് രൂപത്തിൽ ഇതിനെ പ്രതിരോധിക്കും? 600 കോടി രൂപയുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് രാജ്യത്ത് നമ്മൾ ലോകം വികസിച്ചതും കൂടി കാണാനുണ്ട്. നേരത്തെ മുൻ പ്രസിഡന്റ് ശ്രീമതി ബീന ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ അനുഭവം കൂടെ വെച്ചിട്ടാണ് ആ പ്രൊജക്റ്റ് തയ്യാറാക്കിയത്. ആ പ്രൊജക്റ്റ് തയ്യാറാക്കിയതിന് പിന്നെ NIT-ൻ്റെ വിദഗ്ധരെ കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടൈഗർ ഫെൻസിങ് ഉൾപ്പെടെ, റെയിൽ ഫെൻസിങ് ഉൾപ്പെടെ, അതുപോലെ കരിങ്കല്ല് മതിൽ ഉൾപ്പെടെ നിരവധിയായ പദ്ധതികൾ വെച്ചിട്ടാണ് 600 കോടി റുപ്യ ചെലവ് കാണിച്ചുകൊണ്ട് ഉള്ളൊരു പ്രൊജക്റ്റ് വെച്ചത്. ആ പ്രൊജക്റ്റിനോടുള്ള സമീപനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കാലിറ്റി BJP-യുടെ വയനാട് ജില്ലാ കമ്മിറ്റിനെ ബോധ്യപ്പെടുത്താതെ കൊണ്ടുപോയതാണോ മധുവിന്റെ വിഷയം എന്നുള്ളത് ചർച്ചയിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുക. നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനം നിലനിൽക്കുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റ്, ഒരു ഫെഡറൽ സംവിധാനമാണ്. സ്റ്റേറ്റ് നിരവധി പ്രോജക്റ്റുകൾ കൊടുത്തല്ലോ. ഇതിന്റെ മാത്രമല്ലല്ലോ, ഏതെല്ലാം പ്രോജക്റ്റുകൾ നമ്മൾ കൊടുത്തു. ഞാൻ വിഷയമല്ലാത്തത് കൊണ്ട് അതിനകത്തേക്ക് പോകുന്നില്ല. നിരവധി പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യത്തിന് പ്രിയ സുഹൃത്ത് മറുപടി പറഞ്ഞാൽ മതി. ഈ പന്നീനെ കൊല്ലുന്നതിന് വേണ്ടി ഇവിടെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലൊക്കെ അതിന് പരമ്പരാഗതമായ രീതികൾ ഉണ്ടായിരുന്നു. പുത്തരി പോലുള്ള സമയത്ത് വയനാട്ടിലെ ചില പ്രത്യേക ഗോത്രവർഗ്ഗങ്ങൾ അവരുടെ നായാട്ട് അവർ പിടിച്ചോണ്ട് വരുന്നു. അതിൻ്റെ പെരുകലൊക്കെ ഈ പ്രകൃതിയിൽ തന്നെ നിയന്ത്രിക്കുന്നതിന് സംവിധാനം ഉണ്ടായിരുന്നു. 5ാമത്തെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്ന പന്നിയെ നിങ്ങൾ 2ാമത്തെ ഷെഡ്യൂളിലേക്ക് മാറ്റി. ഷെഡ്യൂൾ എൻ്റെ ഫോണിലുണ്ട്. ഞാൻ വേണേൽ ഇപ്പം മധുവിന് അയച്ചു തരാം. എൻ്റെ ഫോണിലുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പൊതുവായിട്ട് അയച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് അതിനെക്കുറിച്ച് അത് മറുപടി പറയുന്നില്ല. കുരങ്ങിനെ 1ാമത്തെ ഷെഡ്യൂളിൽ പെടുത്തി മറുപടി പറയുന്നില്ല. ഞങ്ങൾ പ്രൊജക്റ്റ് കൊടുത്തു എന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ്. പ്രൊജക്റ്റ് കൊടുത്തതിന് അപ്രൂവൽ തരുന്നില്ല കേന്ദ്രം. അതാണ് വിഷയം. ഇത്തരം കാര്യങ്ങളിലാണ് ഒരു മറുപടി വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊജക്റ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. ഏത് രൂപത്തിലാണ് ഈ കടുവയെയും ആനയെയും പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റ് ഉള്ളത്? റെയിൽ ഫെൻസിങ് കം ടൈഗർ നെറ്റ് ആണോ? കൽമതിലിന് മേലെ റെയിൽ ഫെൻസിങ്, കൽമതിലിന് മേലെ ടൈഗർ നെറ്റ് അടിച്ചിട്ടാണോ? ഏത് രൂപത്തിലാണ്? എത്ര കോടി രൂപയാണ് അതിനാകെ ചെലവഴിക്കുന്നത്? വയനാട് ജില്ലയിൽ എത്ര കിലോമീറ്റർ പ്രദേശത്ത് ഇത് മാറ്റി ഈ ഫെൻസിങ് അവിടെ ഒരു ചോദ്യത്തിന് ശ്രീ KP മധു അവരുടെ ഒരു ചോദ്യത്തിലേക്ക് കൂടി വന്നില്ല. BJP ഇതിനു വേണ്ടി എന്ത് പ്രൊജക്ട് സമർപ്പിച്ചു, അല്ലെങ്കിൽ ഏത് പ്രൊജക്ടിനൊപ്പം നിന്നു എന്നൊരു ചോദ്യം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനുകൂടി താങ്കൾ മറുപടി പറയാം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈഗർ നെറ്റും റെയിൽ ഫെൻസിങ്ങും അടക്കം, റെയിൽ ഫെൻസിങ് കം ടൈഗർ നെറ്റ് അടിച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണം നടത്തിക്കൊണ്ട് വനത്തിലെ ആനയെയും കടുവയടക്കമുള്ള വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി V. മുരളീധരനിലൂടെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് ഇനി ആരെങ്കിലും ചോദിച്ച ആളുകൾ തന്നെ ചോദ്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം അധികം. BJP-യുടെ ജനപ്രതിനിധികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം ഞങ്ങളെല്ലാം ജനപ്രതിനിധികളാണ്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ജനപ്രതിനിധികളെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നതിനോട് യോജിക്കാൻ കഴിയും. ഓക്കെ, ഇവിടെ BJP പ്രതിനിധി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ നന്നായി ഇടപെട്ടിട്ടുണ്ട്. ഏത് DFIനെ BJP പ്രതിനിധി കണ്ടതെന്നറിയില്ല. വയനാട് ജില്ലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനും ജനപ്രതിനിധികളെയും മറ്റുള്ളവരെയും കൂട്ടിയോജിപ്പിച്ച് ആ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുകയും അതിലെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ തിരുത്താനും പറഞ്ഞ് ഉള്ള നിർദ്ദേശങ്ങളടക്കം കൊടുത്ത രൂപത്തിൽ നിലവിലുണ്ട്. അത് മന്ത്രി അടക്കം ഇരുന്ന യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ അങ്ങനെയാക്കി അവിടെ ഇരിക്കുന്ന ആളുകൾ ഇവിടെയുള്ള മനുഷ്യന്മാരെയൊന്നും കാണാതെ വേറെ ഏതോ ലോകത്തിരുന്ന് പദ്ധതി ഉണ്ടാക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഗുണകരമല്ല. ഇതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞല്ലോ. ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള നിയമം നടപ്പാക്കിയിട്ടുള്ളത് ഏത് ലോകത്തിരുന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ആ നിയമം ഉണ്ടാക്കിയെന്ന് പറയണ്ടേ? ഓക്കെ, നമ്മുടെ ചർച്ചകൾ നീളുന്തോറും സമയം ഒരുപാട് പോകുന്നു. ശ്രീ കൈവിനെ, നമുക്ക് അവസാനമായി എന്താണ് ഒരു പ്രതിവിധി? ഒരു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രതിവിധികൾ ബേസിക്കലി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? താങ്കളിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഇവിടെ ഉന്നയിക്കാത്തൊരു വിഷയമാണ്. ഇപ്പോൾ വാഗേരി മൂടക്കൊല്ലിയിൽ കടുവ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ കാടുകൾ വളർന്നു നിൽക്കുന്ന കാഴ്ച. അതിന് തഹസിൽദാർ നോട്ടീസ് നൽകിയെന്ന് പറയുണ്ടായി. അവിടെ ആ കാടുകൾ വെട്ടിത്തെളിക്കണം എന്ന് പറഞ്ഞ ഏക്കർ കണക്കിന് സ്ഥലത്ത് കാടുകളാണ്. ഇങ്ങനെ വയനാട് ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിലെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പൂർണ്ണമായും അത് പഞ്ചായത്തിനോ അതുപോലുള്ള അധികാരികൾക്കോ ഇടപെട്ട് കാട് വെട്ടിത്തെളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാവുന്ന
മനസ്സിലാവുന്നതാണ്. ബേസിക്കലി ഒരു പ്രതിവിധി ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ ഉണർത്തിച്ചു എന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കാൻ പറ്റും? തീർച്ചയായും ഗൗരവതരമായ ഒരു വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ബേസിക്കലി ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കാട് പിടിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയൊരളവ് വരെ പരിഹരിക്കാൻ ഉള്ള ഒരു ശ്രമം മീനങ്ങാടി പഞ്ചായത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ട്രൈബൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പതിച്ചു കൊടുത്ത പ്രദേശങ്ങളിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി മസ്ട്രോള് തയ്യാറാക്കുകയും അതിനുവേണ്ടി കാട് വെട്ടിത്തെളിച്ച് വൃക്ഷത്തൈ വെക്കുന്നതിനുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ചില പ്രദേശങ്ങൾ ദീർഘനാളായി സ്ഥലം വാങ്ങി ഉടമസ്ഥൻ ഇവിടെ ഇല്ലാത്ത കാട് പിടിച്ച് കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാത്രം കടന്നു ചെന്ന്, കാരണം ഒരു മനുഷ്യനേക്കാൾ ഉയരത്തിൽ വലിയ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് മാത്രം വെട്ടി വൃത്തിയാക്കാൻ കഴിയാത്ത അത്തരം പ്രദേശങ്ങളിൽ തഹസിൽദാറുടെയും വില്ലേജ് ഓഫീസറുടെയും ഭാഗത്തു നിന്നും നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അത്തരം ചില സ്ഥലങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം ആളുകൾ ഇത്തരം നോട്ടീസുകൾക്ക് പോലും ക്രിയാത്മകമായി പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രയാസമാണ്. അവരുടെ നികുതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തഹസിൽദാറോട് സംസാരിച്ചപ്പോൾ അത്തരം ആളുകളുടെ അവർ നികുതി അടയ്ക്കാനും വരുന്നില്ല എന്നുള്ള, ഭൂമിയുടെ നികുതി അടയ്ക്കാനോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് അവിടെ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഭൂമി മറ്റാർക്കെങ്കിലും കൂടുതൽ പണം കിട്ടുമ്പോൾ കൈമാറ്റം ചെയ്യാൻ വരുമ്പോഴോ അത്തരം ഒരു ഘട്ടത്തിൽ മാത്രമേ അത്തരം ആളുകൾ രംഗപ്രവേശം നടത്തുന്നു എന്നുള്ളത് പഞ്ചായത്ത് അതിൽ നേരിടുന്ന ഒരു പ്രയാസമുണ്ട്. കാരണം സാധാരണ സ്ത്രീകളായ തൊഴിലാളികളെ, തൊഴിലുറപ്പ് തൊഴിലാളികളെ ആ ഘോര വനത്തിലേക്ക് തൊഴിലിന് കടത്തിവിടാൻ കഴിയുന്ന ഒരു പ്രയാസം ചില അത്തരം തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരിടുന്നുണ്ട്. അല്ലാത്ത മേഖലകളെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. താങ്കൾക്ക് ഒരു പ്രതിവിധിയായി എന്താണ് നിർദ്ദേശിക്കാൻ സാധിക്കുക? ഇപ്പൊ ഇവിടെ മുഴുവനായും മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പല സ്ഥലങ്ങളിലും ഇറങ്ങാം. അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ വർഗമോ ഒന്നും തന്നെ അതിനൊരു കാര്യമായിട്ട് വരില്ല. ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ജനതയാണ്, ആക്രമിക്കാൻ വരുന്നത് കടുവയാണ്. ഇതിനൊരു പ്രതിവിധിയായിട്ട് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം എന്താണ്? അല്ല, പ്രതിവിധി ഞാൻ എൻ്റെ ചർച്ച തുടങ്ങിയപ്പോൾ ആവശ്യപ്പെട്ടത് തന്നെയാണ്. കേരളത്തിലെ വനം വന്യജീവി സംരക്ഷണ നിയമം പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് പരിഷ്കരിക്കണം. 2, ഒരു കടുവയെ കണ്ടാൽ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആക്ട് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. വനം വകുപ്പിന് അതിനുള്ള അധികാരം കൊടുക്കണം. ഒരു ജില്ലയിലെ DFO എന്ന് പറയുന്നത് അത്ര അല്ലെങ്കിൽ നിസ്സാരമായ ഒരു പോസ്റ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സാഹചര്യത്തിന് അല്ലെങ്കിൽ ജില്ലാ കളക്ടറെ അതിന് ചുമതലപ്പെടുത്തണം. ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറെയും DFOയെയും അക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് അക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. പിന്നൊന്ന്, ഒരു പ്രദേശത്ത് കടുവയുടെ എണ്ണം ഓരോ സെൻസസിലും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുമ്പോൾ അത്തരം ക്രമാതീതമായ കടുവയുടെ എണ്ണം കാണുമ്പോൾ അത് കുറവുള്ള അല്ലെങ്കിൽ ജനവാസ പ്രദേശമല്ലാത്ത നോർത്ത് ഇന്ത്യയിലെയോ അല്ലെങ്കിൽ മറ്റു തര പ്രദേശങ്ങളിലെയോ വനങ്ങളിലേക്ക്, ഇപ്പോൾ രാജ്യത്തിന് പുറത്തുനിന്ന് നമ്മൾ ചീറ്റയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് എണ്ണം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്തുനിന്ന് നമ്മുടെ പ്രധാനമന്ത്രി വണ്ടി വിളിച്ച് ചീറ്റയെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇവിടുത്തെ കാലാവസ്ഥ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആവാസ വ്യവസ്ഥ അതിന് അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം കൊണ്ടുവന്നതിലെ ഭൂരിഭാഗം ചീറ്റകളും ചത്തുപോയി. അപ്പോൾ അവിടെ വിദേശത്ത് നിന്നും വണ്ടി വിളിച്ച് ചീറ്റയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. വയനാട് ജില്ലയിലേക്ക് വണ്ടി അയച്ചാൽ നമുക്ക് കടുവകളെ അങ്ങോട്ട് അയക്കാം. അപ്പോൾ അത്തരത്തിൽ കടുവകളെ എണ്ണം കൂടുതലായ വയനാട് പോലെയുള്ള അതിൻ്റെ ടെറിട്ടറിക്ക് താങ്ങാൻ കഴിയാത്തത്ര എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അത്തരം കടുവകളെ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കണമെന്നല്ല, ജനവാസ മേഖലയല്ലാത്ത വനനിബിഡമായ പ്രദേശങ്ങളിലേക്ക് അത്തരം കടുവകളെ കൊണ്ടുപോകാമെന്നുള്ളത് ഒന്നാണ്. 2, കടുവകൾക്ക് അനുകൂലമായ വളരെ കൃത്യമായ രീതിയിൽ ചുറ്റുമതിലുകളോട് തീർത്ത് ഫെൻസ് ചെയ്ത കടുവയുടെ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുത്തങ്ങയിൽ. 4-5 കടുവകൾ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാന്മാരായി മുത്തങ്ങയിൽ നിൽക്കുകയാണ്. അതുപോലെ 500-600 ഏക്കർ വിസ്തീർണമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കാട് പുനഃസൃഷ്ടിച്ച് കടുവയ്ക്ക് അനുകൂലമായ ഒരു ആവാസ വ്യവസ്ഥ അവിടെ രൂപപ്പെടുത്തി ഇത്തരം കടുവകളെ ഇവിടെ നിന്ന് പിടിച്ച് അങ്ങോട്ട് മാറ്റാനുള്ള നടപടി ഉണ്ടാകുക എന്നല്ലാതെ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല. അത്തരം തീരുമാനങ്ങൾ അടിയന്തരമായി ഉണ്ടാകും. ഇതില് നമ്മൾ ഈ രാജ്യവും ലോകമൊക്കെ കുറേ മുമ്പോട്ട് പോയതിനെക്കുറിച്ച് മനസ്സിലാക്കണം. കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇപ്പോഴും ഏതോ ഗോത്ര കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.
ഇവിടെ നമ്മൾ ചില വന്യജീവികളെ ഷെഡ്യൂൾ 1 മാറ്റി പുനർനിർണയിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ആ പുനർനിർണയിച്ചതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കുരങ്ങിനെ 1ാം ഷെഡ്യൂളിലേക്ക് കൊടുത്തത് കുരങ്ങ് ഹനുമാനുമായി ബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ രാഷ്ട്രീയം. എലിയെ കൊണ്ടുപോയി അങ്ങനെ എലിയെ കൊല്ലാൻ പാടില്ല, 30,000 ഉറുപ്പ്യ പിഴയും 3 മാസം തടവും ശിക്ഷിച്ചത് ഗണപതിയുടെ വാഹനമായതുകൊണ്ടാണ്. പന്നി, അത് വരാഹം, നമ്മൾ ഇതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്തരം ചില ആംഗിളുകൾ ഈ മൃഗങ്ങൾക്കൊക്കെ പദവി വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ പുറകിലുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ദേശീയ മൃഗം കങ്കാരുവാണ്. അവിടെ 2 വർഷം 2 മാസം കങ്കാരുവിനെ വേട്ടയാടുന്നതിന് വേണ്ടി ആ രാജ്യത്ത് നിയമമുണ്ട്. ഇവിടെ എന്തേ ആ നിയമം മനുഷ്യന് വേണ്ടി മാറ്റാത്തത്? വിനയൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയിൽ ഈ ഭൂമണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ജീവിയായ മനുഷ്യൻ ഏത് ഷെഡ്യൂളിലാണ് ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ഷെഡ്യൂൾ 1 ആക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കണം. അവിടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് മാർഗമെന്ന് ചോദിച്ചു. ഓരോ പഞ്ചായത്തുകൾക്കായിട്ട് ഇത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഞാനിപ്പോൾ പൂതാടി പഞ്ചായത്തുകാരനാണ്. എന്നാൽ പുൽപ്പള്ളി പഞ്ചായത്തും പനമരം പഞ്ചായത്തും മുള്ളംകൊല്ലി പഞ്ചായത്തും ബത്തേരി മുനിസിപ്പാലിറ്റിയും അതിൻ്റെ അതിർത്തി ഫെൻസിങ് ചെയ്താൽ എൻ്റെ പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് പോലും ഫെൻസിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്യജീവികൾ വരില്ല. അങ്ങനെ ഫെൻസിങ് ചെയ്യാൻ ഓരോ മീനങ്ങാടിക്കും അങ്ങനെ വേണമെന്ന അഭിപ്രായം. ചുറ്റോട് ചുറ്റും ഫെൻസിങ് പൂർത്തീകരിക്കപ്പെട്ടാൽ മീനങ്ങാടിക്ക് സ്വന്തമായിട്ട് ഒരു കാലത്തും ഫെൻസിങ് ഉണ്ടാവേണ്ടതായിട്ട് വരില്ല. അത് സ്ഥലം എവിടെയാണ് എന്ന് ജില്ലാ പഞ്ചായത്തിന് തീരുമാനിക്കാൻ സാധിക്കും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ പ്രൊജക്റ്റിന് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ആംഗിൾ അവിടെയാണ്. ആ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, 3 MLA-മാർ, MP, കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മെറ്റീരിയൽ കമ്പോണൻറ്റ് ജില്ലാടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് സാധിക്കും. ഓരോ പഞ്ചായത്തുമാണ് ഇപ്പോൾ അതിൻ്റെ 60-40 വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ മെറ്റീരിയൽ കമ്പോണൻറ്റും കൂടെ ഉപയോഗപ്പെടുത്തുന്നതിന് ഈ കൂട്ടായ ഇടപെടൽ വന്നാൽ വയനാടിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അതിന് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും MLA-മാരും MP-യും വേർതിരിഞ്ഞ് നിൽക്കാതെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ളതാണ് കർഷക സംഘത്തിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് നമുക്ക് ഈ പശ്ചാത്തലത്തിൽ വയനാടൻ ജനത ഒന്നിച്ചു നിന്നാൽ നമുക്കിത് നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കാര്യം തീർക്കാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ ഒരു സുഹൃത്തിന് ഒരു മറുപടിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുമെന്ന് അവിടെ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. നോഡൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട്. CCF ദീപ മാഡത്തെ വയനാടിൻ്റെ നോഡൽ ഓഫീസറായിട്ട് ഈ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഒരൊറ്റ സെക്കൻഡ് ജയൻചേട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ ഞാൻ സംസാരിക്കുന്നില്ല. ഈ വയനാട് ജില്ലാ പഞ്ചായത്ത് വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് നിലവിൽ ഈ സാമ്പത്തിക വർഷം അത്തരത്തിലൊരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിന് സബ്സിഡി നോംസ് അനുസരിച്ച് ഏറ്റെടുക്കാൻ പറ്റാത്ത മാനദണ്ഡത്തിലുള്ളാത്ത പ്രവൃത്തിയായതുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റിക്ക് CCയുടെ തീരുമാനത്തിന് വേണ്ടി ആ പ്രൊജക്റ്റ് അയച്ചിരിക്കുകയാണ്. ആ വന്യജീവി പ്രശ്നമുള്ള ഗ്രാമപഞ്ചായത്തും അതാത് പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും 3 പഞ്ചായത്തുകൾ കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന രീതിയിലാണ് ആ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഏറ്റെടുക്കാനുള്ള അനുമതിക്ക് വേണ്ടി CC കോർഡിനേഷൻ കമ്മിറ്റിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ആ പദ്ധതി വയനാട് ജില്ലയിൽ നടപ്പിലാവും. ഓക്കെ, അവസാനിപ്പിക്കാനായി ശ്രീ KP മധു, താങ്കളിൽ നിന്നാണ്. രാഷ്ട്രീയം നമ്മൾ ഒരുപാട് സംസാരിച്ചു. അവിടെയൊക്കെ വരേണ്ടത് പ്രതിവിധികളാണ്. താങ്കൾ അടക്കം ഉൾപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയാൻ നമുക്ക് ഇവിടെ നിന്ന് സാധിക്കും. പക്ഷെ അത് പ്രതിവിധിക്ക് നമുക്ക് എങ്ങനെ ഉൾപ്പെടാൻ പറ്റും? ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് രാഷ്ട്രീയം ഒന്നും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഒരു രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജയൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെതായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. നമുക്കറിയാം ഈ വിഷയം ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി എല്ലാവരും കൂടി ഒന്നിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി, സംസ്ഥാന സർക്കാരിലൂടെ, നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി കേന്ദ്ര സർക്കാരിന് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ വിഷയങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, നമുക്കറിയാം ഈ കടുവ ഇതിൻ്റെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ എന്തുകൊണ്ട് വനത്തിനുള്ളിൽ തന്നെ ഒരു ഓപ്പൺ സൂവിനെ പറ്റി ആലോചിച്ചുകൂടാ? വനത്തിനുള്ളിൽ തന്നെ ഈ ഒരു 10 വയസ്സ് കഴിഞ്ഞ കടുവകളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാൻ 2-3 ഷെഡ്യൂൾ കാറ്റഗറൈസ് ചെയ്ത് അവിടെയെല്ലാം ഓപ്പൺ സൂ ആയിട്ട് മാറ്റി വനത്തിനുള്ളിൽ തന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് പ്രൊജക്റ്റ് ഉണ്ടാക്കി, പദ്ധതി ഉണ്ടാക്കി ആ രൂപത്തിൽ അതിനെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക. മറ്റൊരു കാര്യമുള്ളത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു
കാട്, പിന്നെ ജനവാസ കേന്ദ്രം, പിന്നെ കാട്, പിന്നെ ജനവാസ കേന്ദ്രം, അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കറക്റ്റ് ഒരു നേർരേഖ വരച്ചുകൊണ്ട് നമുക്കിനെ കാടും നാടിനെയും വേർതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ശാസ്ത്രീയമായ രൂപത്തിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കണം. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട്, ഞാൻ പറയുന്നത് ഇവിടെ വിദേശ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പം നമുക്കറിയാം, ഈ വയനാട്ടിൽ തന്നെ നമ്മുടെ ഈ മുത്തങ്ങയിൽ പിന്നെ ടൈഗർ നെറ്റ് അടിച്ചിട്ട് തന്നെയാണ് അവിടെ കടുവകളെ പാർപ്പിച്ചിട്ടുള്ളത്. 5ഓളം കടുവകളുണ്ട്. ആ കടുവകളൊന്നും പുറത്ത് ചാടി മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതേ രൂപത്തിൽ ഈ ടൈഗർ നെറ്റ് കം റെയിൽ ഫെൻസിങ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ടൈഗർ നെറ്റ് കം റെയിൽ ഫെൻസിങ് ഉപ്പാടിയിൽ 1-ാം മൈലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ കാട്ടിലെ ആനയെയും നമുക്ക് പ്രതിരോധിക്കണം, ചെറുമൃഗങ്ങളെയും പ്രതിരോധിക്കണം, അതോടൊപ്പം തന്നെ കടുവയെയും പ്രതിരോധിക്കണം. ഈ രൂപത്തിലുള്ളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വയനാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ആശങ്ക അകറ്റിക്കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് സുഖമായിട്ട്, നമുക്കറിയാം കാർഷിക മേഖലയെല്ലാം വളരെ വലിയ തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോൾ ആളുകൾ ജീവിക്കുന്നത് ക്ഷീരമേഖലയെ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ആളുകളുടെ ജീവൻ കവർന്നെടുക്കുന്നത് ഭൂരിഭാഗവും ക്ഷീരകർഷകരുടെയാണ്. അതുകൊണ്ട് ക്ഷീരമേഖലയും ഈ കാര്യത്തിൽ വളരെ വിജിലൻ്റായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മിൽമയ്ക്ക് ധാരാളം മിൽമ പോലും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇവിടെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പും ഈ വൈൽഡ് ലൈഫും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വയനാട് ജില്ലാ പഞ്ചായത്ത് ഇവിടെയുള്ള എല്ലാ നമ്മുടെ ഭരണ സംവിധാനങ്ങളും കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അത് വയനാട്ടിൽ മാതൃകാപരമായിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് 2014 പൂതാടി ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ ഒരു സഹപ്രവർത്തനം കൂടിയായിരുന്നിട്ട് രജീഷ് കൊല്ലപ്പെട്ടപ്പോൾ ആ പൂതാടിയിലെ ആളുകൾ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ടാണ് 14 കിലോമീറ്ററോളം അവിടെ മതിലിന് വേണ്ടി പരിശ്രമിക്കുകയും ആ മതിൽ നബാർഡിൻ്റെ ഫണ്ടോടുകൂടി അവിടെ വരികയും ചെയ്തു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. അത്തരത്തിലുള്ള മാതൃകകളുണ്ട് നമ്മുടെ ജില്ലയിൽ. അതുപോലെ ഇതിനും ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ഏതായാലും ഇന്നത്തെ വയനാട് വിഷൻ ചാനൽ സംഘടിപ്പിച്ച ഈ ഒരു ചർച്ച അവസാനം ഒരു ഏകോപന രൂപത്തിലേക്കാണ്. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പ്രജീഷ് എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മരണത്തിന് ശേഷം അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം മാറിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്ന് ആവശ്യം ഉണർത്തിച്ചു. അത് അവസാനം പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കടുവയ്ക്ക് മുന്നിലൊന്നും രാഷ്ട്രീയമില്ല. ഇറങ്ങി വരുന്നത് മനുഷ്യനെ തിന്നാനാണ്. മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ ഇപ്പോൾ കടുവയ്ക്ക് മനുഷ്യനുമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യജീവന് വില കൽപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്നതിന് ഒരുമിച്ച് പോരാടി നിയമനിർമ്മാണത്തിൽ വ്യത്യസ്തത വരുത്തണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രത്യേക നിയമം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ. ഏതു തരത്തിലായാലും മനുഷ്യന് ജീവിക്കാനുള്ള അവസരവും സ്വാതന്ത്ര്യവും നൽകുക. കാടും നാടും വേർതിരിക്കാനുള്ള സംവിധാനം ഉടനുണ്ടായില്ലെങ്കിൽ പിടഞ്ഞു പോകുന്നത് മൃഗങ്ങൾക്കൊപ്പം മനുഷ്യജീവനുകൾ കൂടിയാകും. തീർച്ചയായും പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാൻ ഇതൊരു വേദിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പങ്കെടുത്ത ശ്രീ കെ വിനയൻ, ശ്രീ AV ജയൻ, ശ്രീ KP മധു 3 പേരോടും നന്ദി. ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും ഈ നാട്ടിലെ ജനങ്ങളോടും നന്ദി. നമസ്കാരം. ജനസഭ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൊബൈൽ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, CCTV, പ്രിന്റർ, TV പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കൂ. E1 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽസ്, മീനങ്ങാടി. വർഷങ്ങളുടെ രുചി പാരമ്പര്യവുമായി ഖാന ഖസാന ഫുഡ് കോർട്ട്, മീനങ്ങാടി.